പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളുമായി നമ്മുടെ ഓരോ ദിവസവും നമ്മോടൊപ്പം സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയപ്പെട്ടവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു മാത്യു അവറുകളാണ്. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ക്ഷണിക്കാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, സാക്ഷ്യം, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് സശ്രദ്ധം നമുക്ക് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും പ്രാർത്ഥനയോടെ ആയിരിക്കുകയും ചെയ്യുവാൻ നമുക്കിടയായി തീരുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു മാത്യു അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട്. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. താങ്ക് യു പാസ്റ്റർ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? താങ്ക് യു പാസ്റ്റർ. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഷാർജയിൽ നിന്നാണ്. എനിക്ക് ഭാര്യ, 3 കുട്ടികൾ. ഞങ്ങളിവിടെ കുടുംബമായി ഷാർജയിൽ പാർക്കുന്നു. ഓക്കെ. കർത്താവിന്റെ ദാസൻ അവിടെ ചർച്ച് മിനിസ്റ്ററുടെ ബന്ധത്തിലായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹീതമായ ജീവിതാനുഭവങ്ങളും കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ആ നല്ല ഓർമ്മകളും തുടർമാനമായി സമയം ചിലവഴിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസന് തുടർന്ന് സംസാരിക്കും. അരോമ ടിവിയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് ഇതിനു വേണ്ടി വേദി ഒരുക്കി തന്ന ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോണിനെ, തൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് ഈ സാക്ഷ്യങ്ങൾ അനേകയിടത്ത് എത്തുന്നത്. അത് മുഖാന്തരം അനേകർ വിടുവിക്കപ്പെടുകയും അനേകർ, ഒന്നുകൂടി പറഞ്ഞാൽ, ഉറപ്പോടെ നിൽക്കുകയും ചെയ്യാൻ ഇടയാക്കുന്നു എന്ന് കേൾക്കുന്നതിൽ എനിക്കധികം സന്തോഷമുണ്ട്. ഞാൻ പലപ്പോഴും ഇതിലൂടെ വരുന്ന അനേക സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കാനൂടെ ആ സാക്ഷ്യങ്ങൾ കാരണമാകുന്നു. പാസ്റ്റർ ഡാനിയലിനോട് പ്രത്യേക നന്ദിയും വന്ദനവും പ്രവർത്തനങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യും എന്നും ഓർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ മാവേലിക്കരയ്ക്കും ചെങ്ങന്നൂരിനും അടുത്ത ഒരു സ്ഥലമുണ്ട്, കൊല്ലകടവ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അവിടെയാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഉണ്ട്. ഫാദർ എക്സ് മിലിറ്ററിയാണ്, മാതാവ് ഹൗസ് വൈഫായി തുടരുന്നു. എൻ്റെ ഒരു സിസ്റ്റർ കുടുംബം സൗദിയിൽ പാർക്കുന്നു. മറ്റൊരു സിസ്റ്റർ കുടുംബമായി ഓസ്ട്രേലിയയിൽ പാർക്കുന്നു. ഞങ്ങൾ കുടുംബമായി 30 വർഷമായി യുഎയിലായിരിക്കുന്നു. ഭാര്യയും തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 3 കുട്ടികളുമുണ്ട്. ഭാര്യയുടെ പേര് ബില എന്നാണ്. 3 കുട്ടികളും ഇവിടെ തന്നെ ആയിരിക്കുന്നു. ദൈവം നടത്തിയ വിധങ്ങളാണ് ഇനിയും ഞാൻ പറയാൻ പോകുന്നത്. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു: യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയാകുന്നു. ഞാൻ അവയെ വിവരിച്ചു പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവർത്തികൾ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. എങ്കിലും അവിടുന്ന് ചെയ്ത ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ നടത്തിയ വിധങ്ങളും വഴികളും ഒന്നായി വിറക്കുന്നത് അനേകർക്ക് ആശ്വാസമായി തീരും എന്ന് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് പോലെ ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ, ഒന്നുകൂടി പറഞ്ഞാൽ ഒരു പെന്തക്കോസ് കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പെന്തക്കോസ് മാതാപിതാക്കളാൽ വളർത്തപ്പെടാൻ ദൈവം എനിക്ക് അവസരം നൽകി. ദീർഘമായി 30 വർഷമായി ഞാൻ യുഎയിൽ ഷാർജയിലായിരിക്കുന്നു. എൻ്റെ വൈഫ് DHയിൽ വർക്ക് ചെയ്യുന്നു, ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മുഴുവൻ സമയവും കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ടെസ്റ്റ് ഉള്ളവനെ ടെസ്റ്റ് മണിയുള്ളൂ. പ്രിയരെ, ജീവിതത്തിൽ വരുന്ന ചില ടെസ്റ്റുകൾ അനേകരെ ഉറപ്പിക്കാൻ, അനേകർക്ക് കരുത്തു പകരാൻ, അനേകരെ ശക്തിയോടെ നിർത്താൻ ഉപകരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നാട്ടിൽ നിന്ന് 1994 ഡിസംബറിലാണ് ഈ ദേശത്തേക്ക് വന്നത്. ഈ ദേശത്തേക്ക് വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ടും അല്ലാതെയും അനേക അഭിഷക്തന്മാരിലൂടെ എന്നോട് ഇങ്ങനെ സന്ദേശം അറിയിച്ചു: ഒരു ബ്രാക്കറ്റ് കാലയളവ് കഴിയുമ്പോൾ
നീ എൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം എന്ന് എന്നോട് പരിശുദ്ധാത്മാവ് പലതവണ ഇടപെട്ടു. അത് ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് ഇടപെട്ടിട്ടുണ്ട്, അനേക കോട്ടേജ് മീറ്റിങ്ങുകൾ വെച്ച് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ദൈവത്തോട് സമ്മതിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു കർത്തദാസനെ പ്രാർത്ഥിച്ചയക്കുന്നതിൻ്റെ തലേ ദിവസം അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു ഘട്ടം കഴിയുമ്പോൾ നീ എൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങും. ഞാൻ ആ ദൈവത്തിൻ്റെ ശബ്ദം ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് കുറേ വർഷങ്ങൾ ജോലി ചെയ്തു. ദൈവം അതിശയകരമായി നടത്തി. ഈ പട്ടണത്തിൽ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം നൽകി തന്നു. എന്നാൽ അടുത്ത ഘട്ടം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പലതവണ എന്നെ ഉദ്ബോധിപ്പിച്ചു, നിർബന്ധിച്ചു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. ഞാൻ പറഞ്ഞു, കർത്താവ് കുറച്ച് സമയം കൂടെ, കുറച്ച് വർഷം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടുപേരും ജോലി ചെയ്തു. കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാനൊരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചു. നല്ല രീതിയിൽ ആ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിസിനസ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് കമ്പനിയാണ്. എൻ്റെ വൈഫാണ് അതിൻ്റെ സിഗ്നേച്ചർ അതോറിറ്റിയും. അപ്പോൾ തന്നെ വൈഫ് DHL വർക്ക് ചെയ്യുകയും ചെയ്തു. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, MOHO DOHO ഒരു എക്സാമും എഴുതാതെയാണ് എൻ്റെ വൈഫിന് ദൈവം ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി നൽകിയത്. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ദൈവം തന്റെ നാദം അതിശയമായി മുഴക്കുന്നു. നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാണ് പ്രിയരെ നാം സേവിക്കുന്നത്. ഞങ്ങൾ ബിസിനസ് ചെയ്തു വന്നു. നല്ല രീതിയിൽ അത് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അറ്റ്ലസ് ജനറൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ ഒരു കമ്പനി വലിയ എമൗണ്ട് തന്ന മെറ്റീരിയൽ എടുത്തു. എന്നിട്ട് ഞങ്ങൾക്ക് ചെക്ക് തന്നു. ഈ സമയമായപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങണം. ഞാൻ ഇറങ്ങാൻ കഴിയാത്തതിൻ്റെ ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടായിരുന്നു. അത് വേദിയിലും പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് അങ്ങനെ വേല ചെയ്യുന്നതിനകത്ത് താല്പര്യമില്ല, അല്ലാതെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിച്ചു. പക്ഷേ വീണ്ടും ദൈവാത്മാവ് ശക്തമായി നിർബന്ധിച്ചപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു. 21 days ഞങ്ങൾ ഫാസ്റ്റിങ്ങിലിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഇന്ന് സാധനം എടുത്തുകൊണ്ട് പോയി ചെക്ക് തന്നിട്ടാണ്. ഞങ്ങൾ ആ ചെക്ക് കൊണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ്, വലിയ എമൗണ്ടാണ്, ബിഗ് എമൗണ്ട്, അത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയും അവരൊരു വലിയ മാഫിയ സംഘമായിരുന്നു. ഞങ്ങളുടെ നല്ല അനേക കമ്പനികളിൽ നിന്ന് സാധനം എടുത്തിട്ട് അവരിവിടുന്ന് മുങ്ങി. ഞങ്ങൾ കൊടുത്ത ചെക്ക് പാർട്ടികളിൽ നിന്ന് കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എടുത്തത്. അത് ബൗൺസായി പോയി. അവിടെ മുതൽ ഞങ്ങളുടെ തകർച്ച ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 21 ദിവസം ഇങ്ങനെ ഫാസ്റ്റിംഗ് ഇരുന്ന സമയത്ത് ഒരു ജൂലൈ മാസത്തിൽ പെട്ടെന്ന് അഹമ്മദ് ജനറൽ ട്രേഡിംഗ് കമ്പനി, അവർക്ക് ഞങ്ങൾ ചെക്ക് കൊടുത്തു. അവിടുന്ന് അറബി വന്നു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ പൈസ തരണം. ഞങ്ങൾ പറഞ്ഞു പൈസ തരാം, ഞങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ കുറച്ച് സഹോദരങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ട് കുറെ 4 മണി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി CIDയെ വിളിച്ചുകൊണ്ട് വന്നു. എൻ്റെ വൈഫിൻ്റെ പേര് ചോദിച്ചു, കോളിംഗ് ബെൽ അടിച്ചു. ലേഡീസ് CIDകളാണ് കൊണ്ടുവന്നത്. നിങ്ങൾ കൊടുത്ത് ചെക്ക് ബൗൺസ് ആയി പോയി, അതുകൊണ്ട് ബിലെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിലെ കണ്ടു. അവർ നേരെ പിടിച്ച് ഷാർജ മെയിൻ ഇവിടുത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഒരു വലിയ എമൗണ്ട് ഞങ്ങൾക്കെതിരെ കേസ് ചുമത്തി, ഞങ്ങൾ കൊടുത്ത ചെക്ക് ബൗൺസ് ആയതുകൊണ്ട്. നേരെ വൈഫിനെ അവർ പിടിച്ച് ഷാർജ സെൻട്രൽ ജയിലിലേക്കാക്കി. 9 മാസത്തെ വിധിയാണ് വന്നത്. പക്ഷേ ഈ വിവരം അറിഞ്ഞ് അനേക ദൈവമക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിച്ചു. എന്നാൽ 62 ദിവസം കൊണ്ട് എൻ്റെ വൈഫിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നു. പ്രാർത്ഥനയാൽ കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് ദൈവമക്കളോട് പറയാൻ, എൻ്റെ ശ്രോതാക്കളോട് പറയാൻ എനിക്ക് പ്രത്യേകം കഴിയും. ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെ ഈ വൈഫ് സെൻട്രൽ ജയിലിലേക്ക് പോകുമ്പോൾ ഞങ്ങളെല്ലാം ആ വിസയിലാണ്, ഞാനും കുട്ടികളും. എൻ്റെ അകത്തൊരു ചോദ്യം വന്നു, ഇനി നീ എങ്ങനെ കർത്താവിൻ്റെ വേല ചെയ്യും? ആകെ എനിക്കുണ്ടായിരുന്ന വരുമാനം വൈഫിൻ്റെ സാലറിയിൽ നിന്ന് ഞങ്ങൾ അങ്ങനെയാണ് ഉപജീവനം കഴിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ചർച്ചിൽ അന്നും ഇന്നും വിസ ഇല്ലാത്തവരും ജോലി ഇല്ലാത്തവരും തകർന്നുമിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഞങ്ങളുടെ കൂടെ ദൈവം തന്നത്. വേദനിക്കുന്ന, സങ്കടപ്പെടുന്നവരെ
കൂടെ ചേർത്ത് പിടിക്കാൻ ദൈവം ഞങ്ങൾക്ക് ആ സമയവും ഈ സമയവും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു, അവിടുന്ന് നമുക്ക് വലിയ വരുമാനങ്ങളൊന്നും കിട്ടാറില്ല. കിട്ടുന്ന നമുക്ക് ചർച്ചിന്റെ റെന്റ് കൊടുത്ത് മാത്രം പോകാനുള്ള ഒരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പറയാനല്ല ഞാൻ കൂടുതൽ ഈ സമയം ഉപയോഗിക്കുന്നത്. ഈ സമയത്ത് എൻ്റെ വൈഫ് 62 ദിവസം ജയിലിൽ കിടന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവർ കോർട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ കാലുകൾ കൈകൾ ചങ്ങലക്കിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ പലതവണ കോർട്ടിലേക്ക് പോകുമ്പോൾ ഞാനും കുട്ടികളും നോക്കി നിന്നിട്ടുണ്ട്, കർത്താവ് എങ്ങനെ പുറത്തു കൊണ്ടുവരും, വലിയ എമൗണ്ട് ആണല്ലോ. പക്ഷെ ദൈവം അവിടെ അത്ഭുതം ചെയ്തു. എൻ്റെ വൈഫ് ഞാൻ പറഞ്ഞതുപോലെ 62ാമത്തെ ദിവസം പുറത്തു വന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ട്രാജഡികളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. വൈഫിന്റെ ജോലി നഷ്ടപ്പെട്ടു, ഗവൺമെന്റ് എംപ്ലോയി. കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വൈഫ് ഉള്ളി ചെക്ക് സൈൻ ചെയ്തേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെയ്തത് ഞാനായിരുന്നു, ബിസിനസ് എല്ലാം ചെയ്തത്. കേസിൽ പെട്ട് കഴിഞ്ഞാൽ ഓൾറെഡി അവര് ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അങ്ങനെ എൻ്റെ വൈഫിനെ പിരിച്ചുവിട്ടു. പിന്നീട് ഞങ്ങളുടെ വരുമാന മാർഗം അടഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. പണ്ട് ഞങ്ങളുടെ യൂത്ത് മീറ്റിങ്ങിലും പലയിടത്തും ഞാൻ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്: എലിയാവിൻ്റെ ദൈവം നമ്മളെ പുലർത്തും. അത് അന്ന് ഞാൻ പ്രസംഗിച്ചു. പക്ഷെ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് ഏലിയാവിൻ്റെ ദൈവം എൻ്റെ ദൈവമാണ് എന്ന് ശക്തമായി പ്രസംഗിക്കാൻ ഞങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ: ടെസ്റ്റ് ഉള്ളവനെ ടെസ്റ്റ് മണിയുള്ളൂ. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധികളും, ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചതുപോലെ, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ ഓർക്കുമ്പോൾ ഇന്ന് വരുന്ന പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനുള്ള കരുത്തും കൃപയും ബലവുമായി അത് മാറും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ തകർച്ചകൾ ഞങ്ങൾ നേരിട്ടു. 3 കുട്ടികളാണ്. അവരുടെ പഠനത്തെ ബാധിച്ചു. ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ല. ഈവൻ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാത്ത സ്റ്റേജിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഞങ്ങളുടെ 3 കുട്ടികൾ, ഒരു സെമസ്റ്ററിൽ അവർക്ക് 14,000 ദിർഹംസ് വേണം. സ്കൂളിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. പഠിക്കാൻ കഴിയാതെ അവർ കുറച്ച് ദിവസങ്ങൾ വീട്ടിലായിരുന്നു. ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവർക്ക് പഠിക്കാനുള്ള ഫീസുമായിട്ടാണ് ആരെങ്കിലും വന്നത്. എൻ്റെ ഹൃദയം തകർന്നു. എന്നോട് കുട്ടികൾ ചോദിക്കും, പപ്പ ഞങ്ങൾ എന്ന് സ്കൂളിൽ പോകും? എനിക്ക് അവരോട് മാനുഷികമായി പറയാൻ ആൻസർ ഇല്ല. എൻ്റെ കയ്യിൽ വരുമാനമില്ല. ഒരു ദിവസം ഞാൻ മൂത്ത മോള് സാറെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്കുള്ള ഫീസ് യേശുപ്പച്ചൻ കരുതിയിട്ടുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ, എല്ലാവരുടെയും പേരെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചില പേരുകൾ ഞാൻ പറയാം. കുറച്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഷാർജ വർഷിപ്പ് സെന്ററിൽ നിന്ന് ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മൂത്ത മോക്കുള്ള പൈസ അദ്ദേഹം ഞങ്ങൾക്ക് തന്നു. പിന്നീട് 2 കുട്ടിയുടെ വലിയ എമൗണ്ട് 14,000 ദിർഹംസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് നിങ്ങൾ കൂട്ടി നോക്കൂ, 22.50 പിൽസ് ഉണ്ട്. അത് വെച്ച് നിങ്ങൾ കൂട്ടി നോക്കൂ. ഇത്രയും പൈസ പെൻഡിങ് ആയപ്പോൾ എനിക്ക് സ്കൂളിൽ അവരെ വിടാനോ മുമ്പോട്ട് പോകാനോ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കണ്ടയോ. ഒരു ദിവസം ഞാനൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അവർ വളരെ തകർന്നിരിക്കുന്ന ഒരു കുടുംബമാണ്. എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ച ഒരു ചോദ്യം, മക്കളുടെ ഫീസിന്റെ കാര്യം എന്തായി? ഞാൻ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ഞാൻ ഈ വാക്ക് അവരോട് പറഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. പിറ്റേ പ്രഭാതത്തിൽ 7 മണിയായപ്പോൾ ഷാർജ ഇന്ത്യൻ സ്കൂളിൽ നിന്ന്, അവര് 2 കുട്ടികൾ അവിടെയാണ് പഠിച്ചോണ്ടത്, എനിക്കൊരു കോൾ വന്നു, നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരണം. ഞാൻ വിചാരിച്ചു കുറേ മാസം മുമ്പോട്ട് പോയതുകൊണ്ട് ഡിവിഷൻ ക്ലോസ് ചെയ്യാനായിരിക്കും, ഇനി അവരെ പഠിപ്പിക്കത്തില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ 7,000 + 7,000 14,000 ദിർഹംസിന്റെ ഒരു റെസിപ്റ്റ് എടുത്തിട്ട് വൈസ് പ്രിൻസിപ്പൾ എൻ്റെ എടുത്തു തന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഒരു വ്യക്തി വന്ന നിങ്ങളുടെ 14,000 ദിർഹംസ് അടച്ചു, പേര് പറയണ്ട എന്ന് പറഞ്ഞു. ഞാൻ ഇന്നും പറയട്ടെ, ഇന്നും എനിക്ക് പേരാരെന്നറിയത്തില്ല, അറിയാമെങ്കിൽ ഞാൻ പേര് പറയാം. ഞാൻ പറഞ്ഞല്ലോ, തൻ്റെ പ്രിയനോ കൊടുക്കേണ്ടടുത്ത് കൊടുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പിന്നീട് അടുത്ത സെമസ്റ്റർ വന്നപ്പോൾ ഇതേ പ്രതിസന്ധികൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു വരുമാനവും ഞങ്ങൾക്കില്ല, വളരെ തകർച്ചയിലൂടെ വീണ്ടും കടന്നുപോയി. അപ്പോഴേ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, പപ്പ
ഇപ്രാവശ്യം ഞങ്ങളെ സ്കൂളിൽ വിടത്തില്ലേ? സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾ വിശ്വസിക്കാൻ പറഞ്ഞു. ഇവർ സ്കൂൾ തുറക്കുന്നതിന് തലേ ദിവസം അബുദാബിയിൽ നിന്നൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നു, ഒരു സിസ്റ്ററിനെയും കൂട്ടി. ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുകയാണ്. പ്രാർത്ഥിച്ചു പോകാൻ നേരത്ത് അദ്ദേഹം എൻ്റെ കയ്യിൽ ഒരു കവർ തന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പോയിട്ട് ഇത് തുറന്നു നോക്കിയാൽ മതി. അവർ പോയിട്ട് ഞങ്ങൾ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് 14,000 ദിർഹംസ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എത്ര ഫീസ് വേണോ അത് ദൈവം കരുതി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, മനുഷ്യന്റെ മുമ്പിൽ കൈമലർത്താതെ ദൈവത്തിന്റെ മുമ്പിൽ കൈകൾ നീട്ടാൻ തയ്യാറാകുമെങ്കിൽ ചിന്തിക്കാത്ത ഇടത്ത് നിന്ന് തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് അതെന്റെ അനുഭവമാണ്. പ്രിയ സഹോദരങ്ങളെ, കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ആര് കരുതും, ആര് സംരക്ഷിക്കുമെന്ന് ചിന്തിക്കരുത്. നമുക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പിന്നീട് അടുത്ത ദിവസങ്ങൾ വന്നപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിൽ 705 ഞാൻ നേരത്തെ താമസിച്ചത്. അതിനു മുമ്പ് ഞാൻ മറ്റൊരു ബിൽഡിങ്ങിലായിരുന്നു. എൻ്റെ വൈഫ് ജയിലിൽ പോയ സമയത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ പല ബിൽഡിങ്ങിൻ്റെയും വാതിൽ വന്ന് മുട്ടി. പൈസ 3 മാസത്തെ അഡ്വാൻസ് കൊടുക്കാത്തത് കൊണ്ട് അവരാരും ഞങ്ങളെ കയറ്റില്ല. ഞാൻ ഈ ബിൽഡിങ്ങിൽ വന്നു. ഈ ബിൽഡിങ്ങിന്റെ ഓണറിന്റെ പേര് മുഹമ്മദ് മുർസ ജസീം എന്നാണ്. ഇപ്പോഴും അദ്ദേഹം ഈ ബിൽഡിങ്ങിന്റെ ഓണറാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ 500 ദിർഹംസേ ഉള്ളൂ. അത് എൻ്റെ കയ്യിൽ ഒരു സഹോദരൻ എടുത്തു കൊടുത്തു. 2 വർഷം ഇതേ ബിൽഡിങ്ങിൽ റെന്റ് കൊടുക്കാതെ ഞാൻ താമസിച്ചു. കൊടുക്കാനില്ലായിരുന്നു. അദ്ദേഹം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. 2 വർഷം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഞങ്ങൾക്ക് റെന്റ്. നിങ്ങൾക്കറിയാം, UAE ഈ ഒറ്റ വ്യക്തിയെ പോലും 2, 3, 4 മാസം റെന്റ് കൊടുത്തില്ലെങ്കിൽ ഇറക്കി വിടുമെങ്കിൽ, ഞങ്ങളെ ഒരിടത്തു നിന്ന് ഇറക്കി വിട്ടപ്പോൾ മറ്റൊരു ബിൽഡിങ്ങിൽ 2 വർഷം റെന്റ് കൊടുക്കാതെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്, ഞാൻ ഈ ബിൽഡിങ്ങിൽ താമസിച്ചു, 705. ഇപ്പോ അതേ ബിൽഡിങ്ങിൽ 905 ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സാക്ഷി മുമ്പോട്ട് പോകുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ വീട്ടിൽ അറബിയുടെ റെന്റ് ഞാൻ പറഞ്ഞു 2 വർഷം പെൻഡിങ് ആയതുകൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ താഴത്തെ 705 വെള്ളവും കറണ്ടും കട്ട് ചെയ്തു 13 ദിവസം. അതും ഏറ്റവും കൂടുതൽ UAE ചൂടുള്ളത് ഓഗസ്റ്റ് മാസമാണ്. എൻ്റെ 3 കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരാണ്. ഇപ്പോഴും അവരിവിടെ ഉണ്ട്. ഇളയ മോന്റെ ശരീരം ചൂട് കൊണ്ട് പൊള്ളാൻ തുടങ്ങി, ശരീരം പൊട്ടിയാവുണ്ട്. ഈ ടൈൽസിൽ ഞങ്ങൾക്ക് ഒരു ഹൗസ് മെയ്ഡ് ഉണ്ട്, അവർ വെള്ളം ഒഴിച്ചിട്ട് ആ മോനെ ഇവിടെ കിടത്തും. മറ്റ് 2 കുട്ടികളും ചൂടിന്റെ കാഠിന്യം മുഖാന്തരം വളരെ വേദനപ്പെട്ടു. എൻ്റെ ശരീരവും വല്ലാതെയായി. അവസാനം ഒരു മെഴുകുതിരി മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഞാൻ താഴെ ഒരു സിറ്റി പ്ലാസ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഇപ്പോഴും ഇവിടെ ഉണ്ട്, അവിടെ ചെന്നിട്ട് മെഴുകുതിരി മേടിച്ചു. ലാസ്റ്റ് മെഴുകുതിരിയാണ്. ആ മെഴുകുതിരി വെച്ച് ഞങ്ങൾ വാഷ്റൂമിൽ യൂസ് ചെയ്യണം, കിച്ചണിൽ യൂസ് ചെയ്യണം. ആ മെഴുകുതിരി നിന്ന് കത്തുകയാണ്. അടുത്ത മെഴുകുതിരി മേടിക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി എങ്ങനെയാ മുമ്പോട്ട് പോകേണ്ടത്? കർത്താവ് എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കാൻ. ഞാനിവിടെ ഒരു നീലപ്പായ, വർഷങ്ങൾക്ക് മുമ്പുള്ള പായാണ്, അത് ഞാൻ കളയാതെ സൂക്ഷിച്ചു വെച്ചതിൻ്റെ കാരണമുണ്ട്. എല്ലാവരും അർദ്ധരാത്രി കിടന്നുറങ്ങുമ്പോൾ ഞാൻ ആ പായലിരുന്ന് ധാരധാരയായി കണ്ണുനീരൊഴുക്കും. പിറ്റേ പ്രഭാതത്തിൽ ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ ഓരോ നിമിഷം കാണാൻ ദൈവം എനിക്ക് അവസരം നൽകും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, മനുഷ്യന്റെ മുമ്പിൽ കരയരുത്, ദൈവത്തിന്റെ മുമ്പിൽ കരയാൻ തയ്യാറാകുമെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത വഴികളിലൂടെ നടത്തുവാൻ കഴിവുള്ള ശ്രേഷ്ഠനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രൈസ് ടു ജീസസ്. സകല മഹത്വവും ഞാൻ ദൈവത്തിന് കരയേറ്റുന്നു. അങ്ങനെ ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മെഴുകുതിരി കത്തിച്ചു. 3 ദിവസം ആ മെഴുകുതിരി നിന്ന് കത്തുന്നുണ്ട്. ടേബിളിലാണ് ഞങ്ങൾ വെച്ചിരുന്നത്, പക്ഷെ അത് ഉരുകിപ്പോകുന്നില്ല. കേട്ടോ, ദൈവത്തിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠമാണ്. നിങ്ങൾക്ക് പലർക്കും അത് നിസ്സാരമായി തോന്നിയാലും അനുഭവിച്ച ഞങ്ങൾക്ക് അതിൻ്റെ ആഴം അറിയുകയുള്ളൂ. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ ATM-ലൊക്കെ അന്ന് പൈസയുള്ള സമയത്ത് പൈസ ഇടുമ്പോൾ 10,000 ഒക്കെ വിഡ്രോ ചെയ്ത് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഭക്ഷണം
കുബൂസായിരുന്നു. പിന്നീട് കർത്താവ് എന്നെ കുബൂസ് മാത്രം തെറ്റിച്ചു. എന്ത് വേണ്ടെന്ന് പറഞ്ഞോ അതിലൂടെ ഒക്കെ കടന്നു പോകാൻ ഞങ്ങൾക്ക് അവസരം വന്നു. ഒരു ദിവസം ഞങ്ങളുടെ ഭക്ഷണം തീർന്നതാവും. അടുത്ത ദിവസം ഞങ്ങൾക്കൊരു ഹൗസ് മെയ്ഡ് ഉണ്ട്. ഇപ്പോൾ അവർ US ഉണ്ട്. അവരുടെ പേര് ഡൊമിക എന്നാണ്. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ നാളെ കഴിക്കാൻ നമുക്ക് ഭക്ഷണമില്ല. രാവിലെയാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അവരോട് പറഞ്ഞു, ദൈവം നമുക്ക് വേണ്ടി ഇന്നൊരു കാക്കയെ അയക്കും എന്ന് പറഞ്ഞു. രാത്രി 11 മണിയായപ്പോൾ അവരെന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇതുവരെ കാക്ക വന്നില്ല. ഞാൻ സാധാരണ UA ടൈം 12 മണിക്ക് ഒരു മെസ്സേജ് കൊടുക്കാറുണ്ട്. വേൾഡിലെ എല്ലാ രാജ്യങ്ങളിലും ആ മെസ്സേജ്. കാരണം എൻ്റെ അനുഭവത്തിൻ്റെ തീച്ചൂളയുടെ ഒക്കെ നടുവിൽ ദൈവം എന്നോട് പറഞ്ഞ ഒരു പ്രത്യേക സമയമാണ്. ഒരു മെസ്സേജ് നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ഇടണം. എല്ലാ രാജ്യങ്ങളും അത് ഇപ്പോഴും പോകുന്നുണ്ട്. ഞാനതുകൊണ്ട് ആ മെസ്സേജ് ഇട്ട് 12 മണി കഴിഞ്ഞ് 1 മണിക്ക് പ്രാർത്ഥിച്ചിട്ട് ഞാൻ രാത്രി കിടക്കാറുണ്ട്. 11 മണിയായപ്പോൾ ഇവർ വന്ന് പറഞ്ഞു, പാസ്റ്റർ കാക്ക ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് നേരത്തെ പോയി കിടക്കാം, ഇനി ഇവർ ചോദിച്ചാൽ മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ നിങ്ങൾ കേൾക്കണോ, രാത്രി 11:48 ആയപ്പോൾ ഇപ്പോൾ ആ ദേവദാസൻ റിയാദിലുണ്ട്. അദ്ദേഹം കിസൈസ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ഷാർജയിലെ ബിജു പാസ്റ്ററിന് ഇന്ന് രാത്രിയിൽ നീ 1 മാസത്തേക്കുള്ള സാധനം കൊണ്ടു കൊടുക്കണം. അദ്ദേഹം താഴെ വന്നു, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, പാസ്റ്റർ താഴോട്ട് വരാമോ, പാസ്റ്റർ ജി താഴോട്ട് വരാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, പാസ്റ്റർ ഇപ്പൊ എന്താ രാത്രിയിൽ എന്തെങ്കിലും പ്രാർത്ഥന? താഴോട്ട് വരാൻ പറഞ്ഞു. താഴോട്ട് ചെന്നു. അതേ ലിഫ്റ്റിൽ സാധനം കയറ്റി തന്നു. ഞാൻ ബെല്ലടിച്ചിട്ട് ഹൗസ് മെയ്ഡിനോട് നോക്കാൻ പറഞ്ഞു. സമയം 11:52. 12 മണിയാകുന്നതിന് മുമ്പ് കരുതൽ വെളിപ്പെടുത്താമെന്ന് പറഞ്ഞ ദൈവം നമ്മൾ ഇരിക്കുന്നിടത്ത് കരുതാൻ കഴിവുള്ള ദൈവമാണ്, എലിയാവിന്റെ ദൈവം. പക്ഷേ നമ്മൾ ഇനി കാക്കയുടെ പുറകിന് പോകരുത്, ദൈവത്തിന്റെ പുറകിലെ പോകാം. പ്രൈസ് ദ ലോർഡ്. ഞാൻ അതുകൂടെ പറയട്ടെ, പലരും കരുതൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകിന് പോകും. പക്ഷേ നമ്മളെ നടത്തിയ ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ വിശ്വസ്തരായിരിക്കാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. എൻ്റെ വൈഫിന്റെ ജോലി ചില മാസങ്ങൾ നഷ്ടപ്പെട്ടു. ഞങ്ങൾ പല തവണ ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങി. ദുബൈ ഗവൺമെന്റിലാണ് വർക്ക് ചെയ്തത്. ഒരു ദിവസം ഞാൻ ഈ പായിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ വൈഫിനെയും കൂട്ടി ആ ഡിപ്പാർട്ട്മെന്റിൽ പോകണം. അപ്പൊ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ പോകാം. അദ്ദേഹത്തിന്റെ പേര് എനിക്കിവിടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം ലോക്കലാണ്. ഞാൻ തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ വൈഫ് ഇവിടെ, അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ വൈഫിനെ ടെർമിനേറ്റ് ചെയ്തു ഇങ്ങനെ കേസ് വന്നതുകൊണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്റർ മുത്തവയെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അടുത്ത എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, നീ ഒരു കാര്യം ചെയ്യാമോ? ഞാൻ ചോദിച്ചു, എന്താണ് സാർ ചെയ്യേണ്ടത്? നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ തൻ്റെ ക്യാബിനിൽ നിന്ന് 1 മിനിറ്റ് പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്തത് പറഞ്ഞത്, ടെർമിനേറ്റ് ചെയ്ത നിന്റെ വൈഫിനെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഈ പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിയ സഹോദരങ്ങളെ, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കാൻ കഴിവുള്ള ഒരു ദൈവം, അധികാരികളെയും നിയമങ്ങളെയും മാറ്റാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. അങ്ങനെയെങ്കിലും ഒരു സാക്ഷ്യം കേൾക്കുന്നവർ പറയട്ടെ, അതേ ഡിപ്പാർട്ട്മെന്റിൽ, പിരിച്ചുവിട്ട അതേ ഡിപ്പാർട്ട്മെന്റിൽ ഇന്നും എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നു. നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് ഈ പകൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട്. അതിനുശേഷം വൈഫ് വെളി വന്നു. അവർ വീണ്ടും ഔദ്യോഗിക മേഖലകളിലേക്ക് തിരിച്ചെടുത്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഇനി ഒരു കേസും വരരുത്, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കില്ലാന്നോ. ഞങ്ങൾ പറഞ്ഞില്ല, പറ്റില്ലാന്നോ. അങ്ങനെ വീണ്ടും ജോലി ചെയ്ത് വരികയും ഏകദേശം 2 വർഷത്തോളം വൈഫിന് സാലറി വരുന്നില്ല. കാരണം എല്ലാം ഈ ഞങ്ങൾക്ക് ലോൺ ഉള്ളതുകൊണ്ട് ബാങ്ക് ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഈ 2 വർഷവും ദൈവത്തിന്റെ കരുതലുകൾ ഇരിക്കുന്നിടത്ത് അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടയാക്കി. ഞാൻ പറയട്ടെ, എനിക്ക് ഒത്തിരി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തകർച്ചയിലൂടെ പോയപ്പോൾ എല്ലാ ബന്ധങ്ങളും മാറി. പലരും സംസാരിക്കാറില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ പ്രിയരെ, എല്ലാവരും മാറുമ്പോഴും മാറാത്ത ഒരു ദൈവം, മറക്കാത്ത ഒരു ദൈവം, ഇറങ്ങി വരുന്ന ഒരു ദൈവം, ശക്തീകരിക്കുന്ന ഒരു ദൈവം, താങ്ങുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ അനുഭവിച്ചതാണ്. പ്രൈസ് ടു ജീസസ്. ഹല്ലേലൂയ. മാത്രമല്ല,
ദീർഘമായ 9 വർഷം ഞങ്ങൾ കുടുംബമായി നാട് കണ്ടിട്ടില്ല. എൻ്റെ 2 സിസ്റ്റേഴ്സിൻ്റെയും മാര്യേജിന് പങ്കെടുക്കാൻ നിയമക്കുരുക്കായിരുന്നു. ഇനിയും വന്ന നിയമക്കുരുക്കുകൾ ഞാൻ പറയാൻ പോകുകയാണ്. 9 വർഷം ഞാൻ പലരെയും പാസ്റ്റർ എന്ന രീതിയിൽ പ്രാർത്ഥിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടാറുണ്ട്. അപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ, ഞങ്ങൾ ഇനി എന്താ പോകുന്നത്? ഇന്ന് ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ദീർഘമായ 9 വർഷം യാത്ര നിഷേധിക്കപ്പെട്ട ഞങ്ങൾ ഒത്തിരി ഞാൻ ഭാരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 2 മാസം കൂടിയിരിക്കുമ്പോൾ അനേക രാജ്യങ്ങളിൽ ദൈവത്തിന്റെ മഹത്വമായി പോകാൻ ഞാൻ കഴിഞ്ഞ മാസവും ജനുവരിയിൽ കേരളത്തിൽ പോയിരുന്നു. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്പകൽക്കാലം ചില കുടുംബങ്ങളെ നോക്കി പറയുന്നു, എവിടൊക്കെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടോ അവിടൊക്കെ മാനിക്കപ്പെടാൻ ഇന്ന് പകലിലും നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് ഒറ്റ സെക്കൻഡ് മതിയെന്ന് ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോടെ നിങ്ങളോട് പറയട്ടെ. ഞങ്ങൾ ഇപ്പൊ അനേകയിടത്ത് ഞങ്ങൾ കൃപയാൽ യാത്ര ചെയ്യാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകും. ഇനിയും അടുത്ത ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കും. വീണ്ടും ഞങ്ങൾക്ക് നിയമക്കുരുക്ക് വന്നു. അടുത്തൊരു കേസോടെ ഇതേ ചെക്ക് കേസ് വന്നു. ഞങ്ങൾക്ക് വലിയ എമൗണ്ട് ആണല്ലോ ഞാൻ കിട്ടാനുള്ളൂ. അത് 350,000 dirhams. നിങ്ങളെ നാട്ടിലെ എമൗണ്ട് വലിയ എമൗണ്ടാണ്. കേസ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിന് ഞങ്ങളുടെ വിസ റിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം വൈഫിൻ്റെ കേസുള്ളതുകൊണ്ട്. എൻ്റെയും 3 കുട്ടികളുടെയും വിസ ഓവറായി. ഈ രാജ്യത്ത് വിസ ഇല്ലാതെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. എപ്പോൾ പിടിക്കപ്പെട്ടാലും പ്രതിസന്ധിയാണ്. അങ്ങനെ വിസ ഇല്ലാതെ നിൽക്കുമ്പോൾ ഇതിൻ്റെ റെന്റ് ഞാൻ പറഞ്ഞല്ലോ 2 വർഷം ഒട്ടും കൊടുക്കാൻ ഞാൻ എല്ലാ മാസവും അറബിയോട് പറയും, തരാൻ ഞാൻ ശ്രമിക്കാം. അദ്ദേഹം എന്നെ വിളിക്കും, വീണ്ടും പറയും. അങ്ങനെ 2 വർഷം പോയി. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അറബാവേ, ഞാൻ എങ്ങനെയായാലും പൈസ തരാം, ഒന്ന് ക്ഷമിക്കുമല്ലോ. അപ്പോഴാണ് ഈ കേസ് വീണ്ടും വൈഫിനെതിരെ വന്നു. 3 ലക്ഷം dirhams. അപ്പോ എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. ദൈവം ഒരു നിയമം നൽകി, നീ പോയി സറണ്ടർ ചെയ്യരുത്. ഞാൻ ചോദിച്ചു, ദൈവമേ, ഈ 3.5 ലക്ഷം dirhams ഞങ്ങൾക്ക് ആര് തരും? ദൈവം പറഞ്ഞു, എൻ്റെ പദ്ധതികൾ നീ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് രാത്രിയിൽ ഈ പായലിരുന്ന് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വിസ ഓവറായി ഞാൻ പറഞ്ഞല്ലോ. വീടിൻ്റെ റെന്റും കൊടുക്കാനുണ്ട്. ഒരു ദിവസം ഒരു മൺഡേ ഞാൻ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഇവിടെ ഈ സോഫയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ വാച്ച്മാൻ വന്നു. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓണർ അറബി വിളിക്കുന്നു. ഞാൻ അവിടേക്ക് ചെന്നു. എന്നെ നേരെ അദ്ദേഹം പിടിച്ച CID ഏൽപ്പിച്ചു. ഷാർജ മെയിൻ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ സിസ്റ്റത്തിൽ അടിച്ചു നോക്കിയപ്പോൾ എൻ്റെ സ്പോൺസർ വൈഫാണ്. വൈഫ് വന്നാൽ, മോൻ്റെ പാസ്പോർട്ടുമായിട്ട് വന്നാൽ എന്നെ വിടാവുന്നു. ഇപ്പോൾ സുവാർത്ത ചർച്ചിലുള്ള എൻ്റെ അടുത്ത സ്നേഹിതൻ റഷിജി എൻ്റെ വൈഫിനെയും കുട്ടിയെയും കൊണ്ട്, ഇളയ മോനെയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നു. സെപ്റ്റംബർ 22 പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവർ സിസ്റ്റത്തിൽ അടിച്ചു നോക്കി, ബില്ലയുടെ പേരിൽ കേസുണ്ട്. എന്നെയും ബില്ലയും കൂടെ ഒറ്റ ടൈമിൽ പിടിച്ച് ജയിലിനകത്തേക്കാക്കി. എന്നെ ഷാർജ ജയിലിലേക്കും എൻ്റെ വൈഫിനെ ദുബൈ ജയിലിലേക്ക് കൊണ്ടുപോയി. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നതാണ്. ഞങ്ങളെ പിരിഞ്ഞു നിന്നിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും സെപ്റ്റംബർ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചു, ഇങ്ങനെയാണോ നമ്മുടെ വെഡിങ്? ഞാൻ ഭാരപ്പെടുന്നത് ദൈവം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ടാണ്, നിരാശപ്പെടുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരായി വെളിയിൽ നിൽക്കുകയാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആരുമില്ല. ഹൗസ് മെയ്ഡ് മാത്രമാണ് അവരുടെ കൂടെ ഉള്ളത്. ഞങ്ങൾ രണ്ടുപേരും അറബിക്ക് അറിയത്തില്ലായിരുന്നു എൻ്റെ വൈഫിന് ഇങ്ങനെ കേസുണ്ടോ. ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെ ഓർഡർ പിള്ളേർക്ക് വേണ്ട സാധനങ്ങൾ കൊടുത്തു വിട്ടു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷാർജ സെൻട്രൽ ജയിൽ, വൈഫ് ദുബൈ സെൻട്രൽ ജയിൽ. വലിയ എമൗണ്ട് 350,000. ഞാൻ അവിടെ കിടന്നപ്പോൾ ദൈവാത്മാവിനെ ഒരു ദർശനം ഇങ്ങനെ കാണിച്ചു. 5-ാം ദിവസം കഴിയുമ്പോൾ നിന്റെ വൈഫ് വെളിയിലിറങ്ങും. ഞാനത് നമുക്ക് അവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു ടൈമിൽ വിളിക്കാൻ സമയം തരും. ഞാൻ ആ ജയിലിനകത്തു നിന്ന് രാജീവ് എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ വിളിച്ചു. അദ്ദേഹം CCയിൽ മെമ്പറാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ബീല ഇത്ര ടൈം കഴിയുമ്പോൾ വെളി വരും എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചു. 5-ാം ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫിനെ അവർ പ്രോസിക്യൂഷൻ വിളിച്ചു.
വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, 2 പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങാം. നമുക്കറിയാം, തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരും ഒരു പാസ്പോർട്ട് പോലും കൊടുക്കില്ല, നമ്മൾ മാത്രമേ കാണുള്ളൂ. ഈ സമയത്ത് ഞാൻ അവിടെ കണ്ട ദർശനപ്രകാരം പ്രോസിക്യൂഷനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ബീനയുടെ ഒറ്റ പാസ്പോർട്ടിൽ എൻ്റെ വൈഫ് 5 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. പെട്ടെന്ന് ഓഫീസിലേക്ക് അവധി അങ്ങ് നീട്ടിയെടുത്തു. ഈ സമയത്ത് ഞാൻ ഷാർജ സെൻട്രൽ ജയിലിൽ കിടക്കുകയാണ്. എനിക്ക് എന്നെ ഇറക്കാൻ ആരുമില്ല, എനിക്ക് പാസ്പോർട്ട് വെക്കാൻ ആരുമില്ല, പ്രത്യേകിച്ച് എനിക്ക് വിസയില്ല. ഒരു ദിവസം പലതവണ എന്നെ കോർട്ടിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞല്ലോ, കൈകൾ ഇങ്ങനെ പിണച്ച് കാലുകൾക്ക് ചങ്ങലയ്ക്ക് ഇട്ടുകൊണ്ടാണ് ഇവര് കോർട്ടിൽ കൊണ്ടുവന്നത്. ഇവിടുത്തെ രീതി അങ്ങനെയാണ്. വളരെ വേദന എനിക്ക് തോന്നിയെങ്കിലും ഞാൻ ആ ജയിലിനകത്ത് ദൈവത്തിന്റെ വചനം പറയാൻ ഒരു എത്യോപ്യനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി വേർതിരിക്കാൻ, ഒരു ഫിലിപ്പിനോ ജോസ് പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യാൻ, അവിടെ തകർന്നിരിക്കുന്ന ഒത്തിരി പേര് വരുമ്പോഴും ഞാൻ അവരോട് ദൈവത്തിന്റെ വചനം പറഞ്ഞ് അവരെ ഉറപ്പിക്കാൻ എനിക്ക് ദൈവം അവസരം നൽകി. ഒരു ദിവസം എന്നെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് വിസ്തരിക്കാതെ കൊണ്ടുപോകും. ഞാൻ പോലീസുകാരനോട് പറഞ്ഞു, എന്നെ വിളിച്ചില്ല, എന്നെ തിരിച്ചു വിട്ടു. അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ ജഡ്ജിയാണ്, അദ്ദേഹം എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ചീറ്റ് ചെയ്യപ്പെട്ട, വീണ്ടും എന്നെ ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടപ്പ് ദൈവം എന്നെ ഒരു ദർശനം ഇങ്ങനെ കാണിച്ചു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, പോകുക. ഇതെന്റെ മനസ്സിലിങ്ങനെ ആവർത്തിച്ച് ഈ വാക്കുകൾ പതിച്ചുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് അവിടെ കിടന്നു. പിറ്റേ പ്രഭാതത്തിൽ എൻ്റെ പേര് വിളിക്കുന്നു, ബിജു മാത്യു, ജോൺ മാത്യു, അങ്ങനെയാണ് ഇവിടെ ഇവർ വിളിക്കുന്നത്. ഞാൻ വിചാരിച്ചു, എന്താണ് ഇവരിനി ചെയ്യാൻ പോകുന്നത്? എനിക്ക് വിസയില്ല, ഇനിയും എന്നെ ഡിപ്പോർട്ട് ചെയ്യാനാണോ? ഞാൻ കൂടെ കിടക്കുന്നവരോടൊക്കെ കൈ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, ജൽദി നിന്റെ ബ്ലാങ്കറ്റ് എല്ലാം എടുത്ത് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അവരെ ഷൂ എല്ലാം ഊരിയെടുത്തു. നേരത്തെ അങ്ങനെയാണ്, നമ്മുടെ പേഴ്സ് എല്ലാവരുടെ ലോക്കറിൽ വെച്ചിരിക്കുകയാണ്, ബെൽറ്റിൻ്റെ ഇല്ല. അവർ തന്ന ഡ്രസ്സ് ഇട്ട് ഞാൻ നേരെ വന്ന് ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ 1ാമത്തെ ഗേറ്റും 2ാമത്തെ ഗേറ്റും കഴിഞ്ഞിട്ട് ഇവരെന്നോട് പറഞ്ഞു, നീ പുറത്ത് പോകാൻ പറഞ്ഞു, ബാഗറെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിനി ഇവര് ഔട്ട് ജയിലിലാക്കിയിട്ട് എന്നെ ഡിപ്പോർട്ട് ചെയ്യാനാണോ? അവർ പറഞ്ഞ് പുറത്ത് പോകാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് എൻ്റെ പേഴ്സ് എടുത്തിട്ട് അവിടെ നിന്ന് ഷാർജ സെൻട്രൽ ജയിലിൽ നിന്ന് എൻ്റെ കയ്യിൽ ഒരു 13 ദിർഹംസ് 50 ഫിൽസ് ഇവിടുന്ന് പോയപ്പോൾ ഉള്ളതാ, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എടുത്തിട്ട്, എനിക്കറിയാം ഇവര് തിരിച്ചു വിളിച്ചാൽ എനിക്ക് വിസ ഇല്ലല്ലോ, ഞാൻ അവിടെ നിന്ന് ഒരു ടാക്സിക്ക് കയറിയിട്ട് ഞാൻ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ താഴെ വന്നിറങ്ങിയപ്പോൾ ടാക്സിയിൽ എൻ്റെ മൊബൈലൊന്നും ഓൺ ചെയ്യാൻ പറ്റില്ല, എല്ലാം ചാർജ് പോയി. ടാക്സിയിൽ എത്ര രൂപ എന്നറിയാമോ? കറക്റ്റ് 13 ദിർഹംസ് 50 ഫിൽസ് ആയി. ഞാൻ പറഞ്ഞല്ലോ, അതുപോലും എൻ്റെ കയ്യിൽ ദൈവം കൂട്ടി തന്നു. അതും ദൈവത്തിന്റെ മഹത്വം. ഇനി ഞാൻ പറയട്ടെ, ഞാനിവിടെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ വൈഫ് ഇവിടെ ഇല്ല, തൻ്റെ കേസിന്റെ കാര്യത്തിന് വേണ്ടി അത് കോർട്ടിൽ വിട്ടു, അതിന് വേണ്ടി പോയി. ഞാനിവിടെ വന്നപ്പോൾ വൈഫിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനും വൈഫോട് അന്ന് വൈകിട്ട് ഞങ്ങളുടെ ബിൽഡിങ്ങിന്റെ ഓണർ മുഹമ്മദ് മിർസായെ പോയി കണ്ടു. അതേ എന്നോട് ചോദിച്ചു, മിസ്റ്റർ ബിജു, നീ പാസ്പോർട്ട് വെച്ചില്ല, നീ ഫൈൻ അടച്ചില്ല, നീ എൻ്റെ പൈസ തന്നില്ല, എങ്ങനെ ഇറങ്ങിയത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീസസ് എന്നെ ഇറക്കി. അദ്ദേഹം പറഞ്ഞു, നിന്റെ ജീസസ് ജീവിക്കുന്നു. ഞാൻ ചുമ്മാ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഇന്നും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടായിരിക്കുന്നത്. അതേ ബിൽഡിങ്ങിലാണ് ഞാൻ താമസിക്കുന്നത്. വളരെ റെസ്പെക്റ്റ് ആണ്. പണ്ട് എന്നെ ഇറക്കി വിട്ട 705 ഇറക്കി വിട്ടെങ്കിൽ അത് 2 ബെഡ്റൂമാ. ഇന്ന് ഞാൻ ഇരുന്ന് സംസാരിക്കുന്നത് 905 3 ബെഡ്റൂമിൽ മാന്യതയോടെ ഇരുന്ന് സംസാരിക്കാൻ എൻ്റെ ദൈവം ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് വാഴ്ത്തലുകൾ അർപ്പിക്കുന്നു. സ്തോത്രം. ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ പ്രവേശിക്കട്ടെ. പിന്നീട് ഈ കേസ് 3.5 ലക്ഷം ദിർഹംസ് ഉണ്ട്. അപ്പോഴും എനിക്ക് വിസയില്ല, കുട്ടികൾക്കും വിസയില്ല. ഞാനും വൈഫോട് അടുത്ത ദിവസം ദുബൈ കോർട്ടിൽ പോയി. വലിയ എമൗണ്ടാണ്, 3.5 ലക്ഷം. ഷാനവാസ് 2-3 വക്കീലെ പോയി ഞാൻ കണ്ടു. അവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ, 3.5 ലക്ഷം ദിർഹംസ് ഉള്ളതുകൊണ്ട് ഇതിന് ഫൈൻ ആവില്ല, സെന്റൻസ് ജയിലേ ആവും. പിന്നെ ഒരു ജയിലിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അന്ന് വൈഫ് അവധി നീട്ടിയെടുത്തിട്ടാണ് നിൽക്കുന്നത്. അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഞാനുണ്ട്, വൈഫുണ്ട്, ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായി സംസാരിച്ചു. ഇങ്ങനൊരു ചോദ്യം ദൈവാത്മാവിനോട് ചോദിച്ചു, മോനെ, വക്കീലില്ലാതെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയത്തില്ലയോ എന്ന് ദൈവനോട് ചോദിച്ചു. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ദൈവാത്മാവ് ഇന്ന രീതിയിൽ എന്നോട് സംസാരിക്കുന്നു.
വൈഫ് പറഞ്ഞു നമ്മൾ ഇന്ന് പോയിട്ട് അവരോട് സംസാരിച്ചാൽ. ഞാൻ പറഞ്ഞു നമുക്ക് നാളെ ഒന്നുകൂടെ പോവാം. നാളെ ഞങ്ങൾ വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാസ്റ്റർ ഇത് നടക്കത്തില്ല, സെന്റൻസേ വരുള്ളൂ, വേണമെങ്കിൽ ഞങ്ങൾ വാദിക്കാം, പക്ഷേ 30,000 ദിർഹംസ് തരണം. എൻ്റെ കയ്യിൽ 30 പൈസ പോലും ഇല്ല. ഞാൻ അന്ന് രാത്രി വീണ്ടും വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് ദൈവം അതേ ശബ്ദം കേൾപ്പിക്കുകയാ, വക്കീലില്ലാതെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയത്തില്ല. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ജഡ്ജ്മെന്റ് വരിക, ഒരു വ്യാഴാഴ്ച. ഞാനുണ്ട്, വൈഫുണ്ട്, മെജോ എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്, അദ്ദേഹം സാധാരണ പേര് പറഞ്ഞു. അവർ വിധി ഞങ്ങൾക്ക് പുറപ്പെടുവിച്ചു. ജഡ്ജി വക്കീൽമാർ പറഞ്ഞ പോലെ തന്നെയാണ് വിധി വന്നത്. വീണ്ടും ജയിലാ വന്നത്. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്നൊരു അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വൈഫിനോട് പറഞ്ഞു പെട്ടെന്നൊരു അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പീൽ കൊടുക്കുകയും അറ്റ് എ ടൈം 6 ജഡ്ജിമാർ കൂടി ഞങ്ങളുടെ 3 ലക്ഷം ദിർഹംസ് അവര് റൈറ്റ് ഓഫ് ചെയ്തു, വേ ഓഫ് ചെയ്തു. ദൈവം എത്ര വലിയ ദൈവം എന്നറിയാമോ? ഈ രാത്രി മല പോലെ നിൽക്കുന്ന പ്രതിസന്ധികളാണോ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിയമങ്ങളെ തിരുത്താൻ കഴിവുള്ള, അധികാരങ്ങളോട് ഇടപെടാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും നിയമക്കുരുക്കിലോ മൂവ് ചെയ്യാൻ കഴിയാതെയോ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ കാര്യം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരുമെന്ന് ആത്മശക്തിയോടെ പറയാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അത് എഴുതിത്തള്ളി ഞങ്ങൾ വീട്ടിൽ വന്നു. എൻ്റെ ഫൈൻ 1,85,000 രൂപ. എനിക്ക് 3 കുട്ടികൾക്കും വിസയില്ല. ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചു. അപ്പൊ വിസ അടിക്കണമെങ്കിൽ ആദ്യം എൻ്റെ വൈഫിന്റെ വിസ അടിക്കണം. ഞങ്ങൾക്ക് കേസുണ്ട്, ഞങ്ങൾക്ക് വിസ ഓടാം. ഞാൻ അവിടെ ചെന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനോട്, നാളെ നീ DHയുടെ എമിഗ്രേഷനിൽ പോകണം. ഞാൻ വൈഫിനോട് പറഞ്ഞാൽ എന്നെ വിടില്ല, കാരണം അവിടെ പോയാൽ നടക്കില്ല. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഒരു അറബിയാണ്, എൻ്റെ വൈഫ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത്ര വർഷം വർക്ക് ചെയ്യുന്നത്, വൈഫിന് വിസ ഇല്ല, വിസ തീരുകയാണ്, അത് അടിക്കണമെങ്കിൽ ഞങ്ങളുടെ അടിച്ചെങ്കിലേ അവർ അടിക്കുക. അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ബിലയോട് പറ പാസ്പോർട്ടുമായിട്ട് ഇങ്ങ് വാ, ഞങ്ങളുടെ പ്രത്യേക രീതിയിൽ ഞങ്ങൾ ബിലയ്ക്ക് വിസ അടിച്ചു കൊടുക്കാം. അങ്ങനെ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് വൈഫിന്റെ വിസ അടിച്ചു. പിന്നെ ഞങ്ങളുടെ വിസ അടിക്കണം. വിസ അടിക്കണമെങ്കിൽ 1,85,000 ഫൈനാണ്. അവിടെ ഇനി ഞാൻ പേരൊക്കെ പറയാം, കുഴപ്പമില്ല. ഞാൻ ദുബൈ എമിഗ്രേഷനിലേക്ക് പോയി. അവിടെ പോകുന്നതിന് മുമ്പ് ഈ ഡിപ്പാർട്ട്മെന്റ്, DH ഡിപ്പാർട്ട്മെന്റ് ഒരു PR ഉണ്ട്, ഹസൻ, അദ്ദേഹത്തിന്റെ പേര് പറയാം. അദ്ദേഹം ഈ മറ്റേ അറബി എന്നെ പരിചയപ്പെടുത്തി പറഞ്ഞു, ഇത് മുത്തവയാണ്, ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി അവിടെ പോയപ്പോൾ അവരൊരു കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾക്ക് 50,000 ദിർഹംസ് കുറച്ച് 50,000 ദിർഹംസ് ആക്കി തന്നു. പിന്നീട് ഈ ഹസനും ഞാനിവിടെ അവിടെ ചെന്നപ്പോൾ അവര് കമ്മിറ്റിക്ക് വെച്ചിട്ട് ഈ 35,000 ദിർഹംസ് ഞങ്ങളുടെ ഫൈൻ ആക്കി തന്നു. വലിയ എമൗണ്ടാണ്, എൻ്റെ 5 പൈസ. ഞാൻ അവരോട് പറഞ്ഞു, ഈ വ്യാഴാഴ്ചയാണ് പോയത്, 35,000 ദിർഹംസ് ഞാൻ മൺഡേ നിങ്ങൾക്ക് തരാം, ഞങ്ങളുടെ വിസ അടിക്കണം. ഞാൻ വീട്ടിൽ വന്ന വൈഫിനോട് ചോദിച്ചു എന്തോ കണ്ടിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വിശ്വാസത്താൽ പറഞ്ഞത്. വ്യാഴാഴ്ച രാത്രി ആയപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു 15,000 ദിർഹംസ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ ശനിയാഴ്ച ആയി കഴിഞ്ഞപ്പോൾ അബുദാബിയിൽ നിന്ന് ഒരു 20,000 ദിർഹംസ് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി. ഞാൻ ഈ 35,000 ദിർഹംസുമായിട്ട് ഹസന്റെ അടുത്ത് ചെന്നു. ഞാൻ ഹസനോടെ നേരെ ഈ എമിഗ്രേഷനിൽ ചെന്നു. അന്ന് ഞങ്ങൾക്ക് ഇത് കുറച്ച് വന്ന് കൽഫാൻ എന്ന് പറഞ്ഞ ഒരു ഓഫീസറാണ്, ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്, ഞാനതുകൊണ്ട് ആ പേര് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വിസ അടിച്ചു തരില്ല, കാരണം ഇവിടുത്തെ വിദേശികൾ ആരായാലും മെഡിക്കൽ എടുത്തിട്ട് അവർക്ക് വിസ അടിച്ചു കൊടുക്കുള്ളൂ, സ്റ്റാമ്പ് ചെയ്യുള്ളൂ. എൻ്റെ കയ്യിൽ മെഡിക്കൽ എടുക്കാൻ പൈസ ഇല്ല, കൺഫേം പറഞ്ഞ് അടിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ 3-4 ഓഫീസർ എടുത്തു പോയി. ലാസ്റ്റ് ഒരു ഓഫീസർ എടുത്ത് പറഞ്ഞു, ഈ ഹസൻ പറഞ്ഞു ഇദ്ദേഹം മുത്തവയെന്ന് പറഞ്ഞു, മുത്തവയ്ക്ക് മെഡിക്കൽ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പാസ്പോർട്ടിനകത്ത് വിസ അങ്ങ് സ്റ്റാമ്പ് ചെയ്തു. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എൻ്റെ വൈഫ് പോലും അതേ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്.
മെഡിക്കൽ എടുക്കുന്നത്. അവർക്ക് പോലും മെഡിക്കൽ എടുക്കാതെ വിസ സ്റ്റാമ്പ് ചെയ്യില്ല. ഇന്ന് രാത്രി നമ്മുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരുന്ന ഒരു ദൈവമുണ്ട്. എത്രയോ അനുഭവങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയുമെന്ന് ഇനിയും ഞാൻ കുറെ കാര്യങ്ങൾ പറയാം. ഒരു ദിവസം മൂത്തമോൾ സാറയുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. ഇവിടുത്തെ നിയമം അനുസരിച്ച് പാസ്പോർട്ട് വേണമെങ്കിൽ FIR വേണം. ഞങ്ങൾക്ക് FIR കിട്ടില്ല. കാരണം എനിക്ക് വിസ ഇല്ല, വൈഫിന്റെ പേരിൽ അന്ന് കേസുണ്ട്. ഷാർജയിലുള്ള ഒരു തോമസ് എന്ന് പറഞ്ഞ ബ്രദറിന് ഞങ്ങൾ പവർ ഓഫ് അറ്റൻഡ് കൊടുത്തു. അദ്ദേഹം ചെന്നപ്പോൾ പോലീസ് സമ്മതിച്ചില്ല. കാരണം ഞങ്ങൾ തന്നെ ചെല്ലണമെന്നോ, പേരൻസ് തന്നെ, ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? ദുബൈയിൽ ഇന്ത്യൻ എംബസി ചെന്നു. പേരൊക്കെ ഞാൻ പറയാം, അത് പേര് പറയുന്നുണ്ട്, കുഴപ്പമില്ല. അവിടെ ചെന്നപ്പോ ഭരത് രാജ് എന്ന് പറഞ്ഞ സാറാണ് അതിന്റെ ഓഫീസർ. ഭരത് രാജ് ഇപ്പോഴും അദ്ദേഹം ഉണ്ട്. ഞാൻ പറഞ്ഞു, സാറേ മോടെ പാസ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു, FIR വേണമല്ലോ, FIR ഇല്ലാതെ എങ്ങനെയാ ഞങ്ങൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. FIR മേടിച്ചു. ഞാൻ പറഞ്ഞു, സാറേ കിട്ടത്തില്ല. അദ്ദേഹം പറഞ്ഞു, നടക്കത്തില്ല, ഞങ്ങൾ ഈ പോരുന്നു. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ചോദിച്ചത്, FIR ഇല്ലാതെ പ്രവർത്തിക്കാൻ നിന്റെ ദൈവത്തിന് കഴിയത്തില്ലേ? ഞാൻ ബിലയോട് പറഞ്ഞു, ദൈവാത്മാവിനോട് ഇങ്ങനെ സംസാരിക്കുന്നു. ബില പറഞ്ഞു, നമ്മൾ ഇന്ന് പോയപ്പോഴും ഞാൻ പറഞ്ഞു, നമുക്ക് നാളെ ഒന്ന് ഉടപ്പാം. നാളെ ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം അവിടേക്ക് ചെന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ അടുത്തത് കേൾക്കണേ, അതേ ഭരത് രാജ് സാറ് ഒരു പേപ്പർ എടുത്തിട്ട് ഗ്രീൻ ഇങ്കിനകത്ത് ഇങ്ങനെ എഴുതി, ആ പേപ്പറിനകത്ത് ഞങ്ങളൊരു ടൈപ്പ് ചെയ്തോണ്ടാ പോയത്, സ്പെഷ്യൽ സാങ്ഷനിൽ സേറ സൂസൻ ബിജുവിന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ ഞാൻ അനുവാദം കൊടുത്തിരിക്കുന്നു. ഞാൻ ഇന്ന് പകൽ പറയട്ടെ, നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ഇടത്ത് എഴുന്നേറ്റ് വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ദീർഘവർഷങ്ങൾ കരഞ്ഞ തന്റെ ജനം എങ്ങനെ പുറപ്പെടുമെന്ന് ചിന്തിച്ച് മുഖം നോക്കി നിന്നപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, സങ്കടം അറിഞ്ഞു എന്ന് പറയുക മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നു പുറപ്പാട് പുസ്തകത്തിൽ, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയരെ, ഇന്നു പകലിലും തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അങ്ങനെ മോക്ക് ദൈവകൃപയാൽ പാസ്പോർട്ട് കിട്ടാൻ ഇടയായി തീർന്നു. ഇനിയും ഇവിടുത്തെ എമിറേറ്റ്സ് ID എന്ന് പറഞ്ഞ സാധനമാണ്, അതുണ്ടാക്കണം. എനിക്കും 3 കുട്ടികൾക്കും എമിറേറ്റ്സ് ID എടുക്കാൻ പറ്റിയില്ല, നിയമക്കുരുക്കുള്ളതുകൊണ്ട്. 4000 തർമ്സ്, എനിക്ക് 1000 ഫൈൻ, 3 കുട്ടികൾക്ക് 3000, 4000 തർമ്സ് ഫൈനാണ്. ഞാനൊരു ദിവസം പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നേരെ കരാമേ പോകരുത്. ദുബൈയിൽ കരാമേ എന്ന് പറഞ്ഞ സ്ഥലമാണ് എമിറേറ്റ്സ് IDയുടെ ഓഫീസ്. റാഷിദിയെ പോകണം. ദൈവാത്മാവിനോട് ഇങ്ങനെ പറയാം. ഞാൻ ബിലയോട് പറഞ്ഞില്ല, പറഞ്ഞ വിടില്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? രാവിലെ ടാക്സിക്ക് പൈസ ഇല്ല, ബസ്സിന് നേരെ കരാമേ ചെന്നിറങ്ങി. അവിടുന്ന് വേണം എനിക്ക് റാഷിദിലേക്ക് പോകാൻ. ഞാൻ ടാക്സിക്ക് 17 ദർഹംസ് കണ്ടായി. അവിടെ ചെന്നിറങ്ങി. ഞാൻ അവിടെ ഇരുന്ന 4-5 ലോക്കൽസാണ്. അവരോട് ഞാൻ പറഞ്ഞു, സാറേ ഞങ്ങളുടെ എമിറേറ്റ്സ് IDയുടെ ഫൈൻ ഒന്ന് വേവ് ഓഫ് ചെയ്ത് തരാമോ? 4000. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിനക്ക് ഇവിടുത്തെ നിയമം അറിയില്ലേ? എമിറേറ്റ്സ് ID എടുത്തിട്ട് ഏതെങ്കിലും കാരണവശാൽ, അതുപോലെ അവർക്ക് ബോധ്യപ്പെടണം, ആ കാരണവശാൽ റിന്യൂ ചെയ്യാൻ പറ്റാത്തവർക്ക് മാത്രമേ വേവ് ഓഫ് നീ എമിറേറ്റ്സ് ID എടുത്തിട്ടില്ലല്ലോ, നിനക്ക് എങ്ങനെ വേവ് ഓഫ് ചെയ്യുന്നത്? ഞാൻ 4 പേരോട് സംസാരിച്ചു, 5ാമത്തെ ആളോട് ഇത് സംസാരിച്ചു. ഞാൻ എന്നിട്ട് അവസാനം അദ്ദേഹത്തോട് 5ാമത്തെ ആളോട് പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാണ്, മുത്തവയാണ്. അദ്ദേഹം 1 മിനിറ്റ് എന്നോട് പറഞ്ഞു, 1 മിനിറ്റ് നീ ഇവിടെ വെയിറ്റ് ചെയ്യും, നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ആരോ എൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എനിക്കറിയാം ആരോ അല്ല പറഞ്ഞത്, എന്നോട് പറഞ്ഞവൻ തന്നെ പറഞ്ഞത്. അടുത്ത നിമിഷം അദ്ദേഹം 4 പേപ്പർ എൻ്റെ കയ്യിൽ എടുത്തെന്നിട്ട് പറഞ്ഞു, നിന്റെയും 3 കുട്ടികളുടെയും 4000 ദർഹംസ് ഞങ്ങൾ വേവ് ഓഫ് ചെയ്തു. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കരുതലുകൾ എത്ര ശ്രേഷ്ഠമാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഏത് സമയത്തും എവിടെയും ഇടപെടുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. അതുപോലെ
ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ വേഗത്തിൽ പറയാം. എനിക്ക് വണ്ടികളുണ്ടായിരുന്നു, പുതിയ വണ്ടി. അതെല്ലാം ഈ ബാങ്ക് വന്ന തിരിച്ചെടുത്തു. വണ്ടിയില്ലാതെ കുറേ ബുദ്ധിമുട്ടി. പിന്നീട് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ വണ്ടി തരാം. എനിക്ക് ഒരു വ്യക്തി ഒരു വണ്ടി തന്നു. 1994 മോഡലുള്ള വണ്ടിയാണ്. ഞാൻ കുറേ അത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ വൈഫിനെ ഞാൻ ജോലിക്ക് കൊണ്ടുവിടുന്ന ആ വണ്ടിക്കാണ്. അത്രയും പഴക്കമുള്ളപ്പോൾ പല സമാന അത് മെയിൻ റോഡ്, ഹൈവേയിൽ ദുബൈ റോഡാണ്, അവിടെ നിൽക്കാറുണ്ട്, ടെമ്പറേച്ചർ ചൂടാവാറുണ്ട്. എനിക്ക് ഒത്തിരി വേദനയായിപ്പോയി. അതാ ഒരു വണ്ടി മേടിക്കാൻ പൈസ ഇല്ല. ഞാൻ എന്ത് ചെയ്തെന്നറിയാം, ഞാനും വൈഫും കുട്ടികളുടെ നിസാന്റെ ഷോറൂമിൽ പോയി. അവര് പറഞ്ഞു ലോണിന് സാങ്ഷനാക്കാം, 3 ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാമെന്ന്. 3-ാമത്തെ ദിവസം ഉസാം എന്ന് പറഞ്ഞാണ് നിസാന്റെ മാനേജർ, ഞാൻ പേര് പറയാം. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഫാദർ ബിജു ലോൺ റിജക്റ്റ് ചെയ്തു, നിങ്ങളുടെ ബാങ്ക് ഹിസ്റ്ററി ബാങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിലാണ്. എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല. ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. വൈഫിന് ഭയങ്കര വിഷമമായിപ്പോയി. ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം വണ്ടി ഞങ്ങൾക്കില്ലാതെ ഡ്യൂട്ടിക്ക് പോകാനും പറ്റില്ല. ഞാൻ അന്നേരം ഒരു പാട്ട് പാടി, എനിക്കായി കരുതാമെന്ന് ഉരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. അന്ന് രാത്രി ട്യൂസ്ഡേ എനിക്ക് മീറ്റിംഗ് ഉണ്ട്, എല്ലാ ട്യൂസ്ഡേ ഇപ്പോഴും ഉണ്ട്, സൂം മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആ സൂം മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ലോൺ റിജക്റ്റ് ചെയ്തതിന് ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ട്, ഞാനത് വിശ്വസിക്കും. നീ കേൾക്കണമോ? പിറ്റേ ദിവസം ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒരു 15,000 ദിർഹംസ് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അടുത്ത ദിവസം ഒരു വ്യക്തി എന്നെ യു നിന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ, ഞാൻ വൈഫോട് ഇന്നലെ തീരുമാനിച്ചു ഒരു 40,000 ദിർഹംസ് പാസ്റ്ററിന് തരണം. അദ്ദേഹം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ കുറച്ച ഉള്ളപ്പോൾ തന്നാൽ മതി, പതുക്കെ തന്നാൽ ടെൻഷൻ ആവണ്ട. അങ്ങനെ അത്രയും പൈസ എടുത്തു. ബാക്കി 10-15 രൂപയുടെ എൻ്റെ കയ്യിൽ ദൈവം തന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് യു എയിൽ വന്ന് ഇത്രയും വർഷമായിട്ട് ലിക്വിഡ് ക്യാഷ് കൊടുത്ത് പുതിയ വണ്ടി എടുക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഞാൻ പറയട്ടെ, നമ്മൾ ചിന്തിക്കാത്ത ഇടത്ത് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര ശ്രേഷ്ഠമാണെന്ന് ഇന്ന് പകലും പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ഹല്ലേലൂയ. ഇനി ഞാൻ പറയട്ടെ, എൻ്റെ മൂത്ത മോള് ഇപ്പോൾ ഇവിടെ ജോബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. 3 വർഷം കേരളത്തിലാണ് അവൾ പഠിച്ചത്, വിദ്യാഭാരത് കോളേജ്. പലപ്പോഴും അവർക്ക് ഫീസ് കൊടുക്കാനില്ലാതെ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് എനിക്ക് റെസിപ്റ്റ് വരും. എൻ്റെ ഒരു സ്നേഹിത ഷിബു മാച്ച് എന്ന് പറഞ്ഞ പാസ്റ്റർ എറണാകുളത്തുണ്ട്, അതുകൊണ്ട് ഞാൻ പേര് ഞാൻ അദ്ദേഹത്തിന് റെസിപ്റ്റ് ഒരു പാസ്റ്റർ റെസിപ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ അന്ന് രാത്രിയിലൊക്കെ ഇവിടുന്ന് പ്രാർത്ഥിക്കും, ദൈവമേ കുഞ്ഞിനെ ഇനി ഒരു സെമസ്റ്റർ പോലും ഇറക്കി വിടാനിടയാവരുത്. എന്നാൽ ഇന്ന് ഞാൻ കൃപയാൽ പറയട്ടെ, ഒറ്റ സെമസ്റ്റർ പോലും ഇറക്കി വിടാതെ എൻ്റെ കുഞ്ഞിനെ 3 വർഷം പഠനം പൂർത്തീകരിച്ച് ഈ രാജ്യത്തേക്ക് വീണ്ടും വരാനും ദൈവം ഇടയാക്കി. അതുപോലെ മറ്റു 3 കുട്ടികളും ട്യൂഷന് പോലും വിടാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല, പഠിക്കാൻ ദൈവം അവസരം നൽകി. ദൈവത്തിൻ്റെ മഹാകരുണയെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2016 ഞാൻ ഒരു ദിവസം വൈഫിനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു വന്നു. എൻ്റെ ഈ കൈക്ക് ശക്തമായി പെയിൻ വന്നു. ഞങ്ങളുടെ ബാക്ക് ഹിസ്റ്ററിയിൽ ആർക്കും ഇല്ല. വീണ്ടും വൈകിട്ടായപ്പോൾ ഈ കൈക്ക് പെയിൻ വന്നു. അന്ന് 5 മണിയായപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞ ഗ്യാസിൻ്റെ ആയിരിക്കാം. ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയും പ്രാർത്ഥിക്കും. 1 മണിക്കൂർ ഞാൻ അസഹ്യമായി വേദന പിടിച്ചു വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അവരെന്നോട് ചോദിച്ചാൽ എന്താ പാസ്റ്റർ എന്ന്. പക്ഷെ ഞാൻ കുഴപ്പമൊന്നുമില്ല. ഇവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ വൈഫിനോട് പറഞ്ഞു, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഡോക്ടറെ കാണാമെന്ന്. NMC ഷാർജയിലെ പോയ ഡോക്ടർ ജോസ് അതെന്നോട് വിളിച്ച്, പാസ്റ്റർ എൻ്റെ അടുത്ത് സുഹൃത്താണ്, എന്താ പാസ്റ്റർ രാത്രി വന്നേ? ഞാൻ സാറേ എനിക്ക് ഭയങ്കര പെയിനുണ്ട്. അത് ECG ഒക്കെ എടുത്ത് ഒരു കുഴപ്പമിലേക്ക് വന്നു. അന്ന് രാത്രി ഞാൻ 705 ഈ റൂമിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. പെയിൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പിറ്റേ പ്രഭാതത്തിൽ ഞാൻ വീണ്ടും വിലയോട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം. ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട്, മാനുവൽ വണ്ടിയാണ്, ഡ്രൈവ് ചെയ്തിട്ടാണ് പോയത്. വണ്ടി പാർക്ക് ചെയ്ത് മേളിൽ ചെന്നു. അവർ ECG എടുത്തു, ചെറിയ വേരിയേഷൻ ഉണ്ട്. പിന്നെ ട്രോപ്പോൺ എടുത്തപ്പോൾ അത് പോസിറ്റീവാണ്. ഡോക്ടർ അനിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇനി ഒട്ടും ടൈം കളയണ്ട. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ദുബൈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാം. അദ്ദേഹം പറഞ്ഞു, അവിടെ വരെ പോകാനുള്ള ടൈമില്ല.
കാരണം 24 hours കഴിഞ്ഞ് അറ്റാക്ക് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എന്നോട് പറഞ്ഞു പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും. ഞാൻ പോകുന്ന വഴിക്ക് ഞങ്ങൾ ദുബൈയിൽ സുലൈ ഹോസ്പിറ്റലിൽ എന്നെ അവിടെ കൊണ്ടുപോയപ്പോൾ എൻ്റെ കൂടെ വിൽസൺ ചാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇത് ഇപ്പം നാട്ടിലാണ്, ഞങ്ങളുടെ ചർച്ചിലുണ്ട്, അദ്ദേഹം കൂടെ ഉണ്ട്. അവിടെ വന്നു. എൻ്റെ ശരീരം അവിടെ ചെന്നപ്പോഴത്തേക്ക് നീരായി. പെട്ടെന്ന് അവർ ആൻജിയോ ചെയ്ത ഡോക്ടർ രാജാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്: പാസ്റ്ററെ, താങ്കൾ എന്തുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് അറിയാം? ഞാൻ പറഞ്ഞാട്ട ഓൺലി 24 hours കഴിഞ്ഞു താങ്കൾ പാരലൈസ് ആയി പോയനെ, അല്ലെങ്കിൽ താങ്കളുടെ കിഡ്നിയെ ബാധിച്ചതിന് 3 മിനിറ്റ് താങ്കൾ മരിച്ചു പോയതിന്. എന്നിട്ട് അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞ, താങ്കളെ ദൈവം ഫേവർ ചെയ്തു. അങ്ങനെ കൊണ്ടാണ് ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മധ്യ സാക്ഷ്യം പറയാൻ കർത്താവ് എന്നെ ബലപ്പെടുത്തിയത്. അത് മാത്രമല്ല, ഞാൻ എവിടെ ചെന്നപ്പോൾ ഞാൻ കേൾക്കണോ, എൻ്റെ 200 dirhams ഉള്ളൂ. ഇതൊക്കെ സാക്ഷ്യം എല്ലാം സത്യസന്ധമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ദൈവം എന്നോട് 3 കാര്യങ്ങൾ. 1, ഞാൻ പറയുന്നത് പറയാം. 2, എൻ്റെ ജനത്തിന് വേണ്ടി എനി ടൈം അവൈലബിൾ ആണ്. 3, മണിയുടെ പുറകിന് പോകരുത്. ഞാനത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അന്നേരം 200 dirham ഞാൻ പേഴ്സ് എടുത്ത് ഈ വിൽസച്ചാൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൈ കൂടെ. അദ്ദേഹം കല്ലിശ്ശേരി IPCയിലെ മെമ്പറാണ്. ചോദിച്ചപ്പോൾ അതിൻ്റെ പേര് പറപ്പം ഇപ്പോഴും നാട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. എൻ്റെ വേറൊരു പൈസ ഇല്ല. ഞാൻ ICUവിലേക്ക് കയറി. ഈ ആൻജിയോ ചെയ്തപ്പോൾ അവർ പറഞ്ഞു 1/2 മണിക്കൂർ എടുക്കത്തുള്ളൂ. പക്ഷേ അത് ഒരു 1.5 മണിക്കൂർ എടുത്തു. 3 മെയിൻ ബ്ലോക്ക്. എന്നിട്ട് എന്നെ ICUവിലേക്ക് കൊണ്ടു. ശരീരത്തിന് ഭയങ്കര പെയിൻ, മാരകമായ പെയിൻ വന്നു. കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം, ഞാൻ കാൽവറിയിൽ അനുഭവിച്ച വേദനയുടെ ഒരു 1/4 ഭാഗം പോലും നീ അനുഭവിക്കുന്നില്ല. ഞാൻ അവിടേക്കാണ് ബലപ്പെട്ടത്. ICUവിൽ ഞാൻ കിടക്കുകയാണ്. എന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യം, ദൈവമേ, ഞാൻ ഇതിനകത്ത് കയറിയെങ്കിൽ ഇതിനകത്ത് തന്നെ ഇറക്കണം, എൻ്റെ പൈസ ഇല്ല. ഞാൻ ചർച്ചിലെല്ലാം തകർന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. എന്നെ കാണാൻ ദൈവകൃപയാൽ പലയിടത്തു നാൾ വന്ന ബില്ല് വന്നത് 13,800 dirhams. 11,000 dirhams അന്നേരം എൻ്റെ വന്നു. പിന്നെ 2,000 dirhams കുറവ്. വൈഫ് എന്നോട് വന്ന് ചോദിച്ചു, നമ്മൾ 2,000-ന് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഇത്രയും തന്ന ദൈവം ബാക്കിയും തരാൻ സർവശക്തനല്ലേ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മുടെ ആളുടെ പേര് വേണേ പറയാം. എനിക്കൊരു കോൾ വന്നു. വൈഫിൻ്റെ കയ്യിലാകുമ്പോൾ എനിക്ക് മൊബൈൽ എടുക്കാൻ പറ്റില്ല. ആ വൈഫ് എൻ്റെ ചെവിയിൽ എടുത്ത് വെച്ചിട്ട്, പാസ്റ്റർ ബിജു, താങ്കളുടെ ബില്ല് എന്തായി? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ബില്ലിനെ പറ്റി നിങ്ങൾ ഭാരപ്പെടേണ്ട, കാരണം അവർ വിസ ഇല്ലാത്ത 5 വർഷമായിരിക്കുകയാണ്. ദൈവം ഞങ്ങളെ കരുതിക്കൊള്ളുന്നു. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങൾ വിസയ്ക്ക് വെച്ചിരിക്കുന്ന പൈസ പാസ്റ്ററിന് തരണമെന്ന് ദൈവാത്മാവ് ഞങ്ങളെ ശക്തമായി നിർബന്ധിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഏലിയാവിനെ പുലർത്തിയ റെസ്റ്റോറന്റ് ഉടമയല്ല, ധനാഢ്യരല്ല, സരാഫാത്തിലെ ഒരു വിധവയെ എടുത്തുപയോഗിച്ചതുപോലെ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കാത്ത ചില വ്യക്തികളെ ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ്. സ്തോത്രം. ഞാൻ അദ്ദേഹം ഒത്തിരി പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ഉണ്ട്, 2,000 എനിക്ക് മതി, എനിക്ക് അത്ര ആവശ്യമുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാമോ, 3,000 രൂപ കൊടുത്തിട്ടു. ബാക്കി 2,000 അടച്ചിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ കയ്യിലൊന്നും ഇല്ലായിരുന്നു. വീട്ടിലേക്കൂടെ ഉള്ളതുകൂടെ ദൈവം ഞങ്ങൾക്ക് കരുതിയാണ് വെളിയിലേക്ക് കൊണ്ടുവന്നത്. മനസ്സിലായോ? അങ്ങനെ അതിൽ നിന്ന് ദൈവം എന്നെ പൂർണ്ണമായി വിടുവിച്ചു, സൗഖ്യമാക്കി. 2019 വീണ്ടും എനിക്ക് TMT ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ നാട്ടിലേക്ക് പോയി. പരിമല ഹോസ്പിറ്റലിലാണ് പോയി. എൻ്റെ കൂടെ 2-3 അഭിഷക്തന്മാർ. കറക്റ്റ് 10,000 രൂപയുള്ള എൻ്റെ. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഇനിയൊരു സ്റ്റെൻഡ് ഇടാനോ ആൻജിയോ ചെയ്യാനോ എൻ്റെ പൈസ ഇല്ലല്ലോ. പെട്ടെന്നൊരു വാക്യം എൻ്റെ അന്തരംഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു. 147-ാം സങ്കീർത്തനത്തിൽ ഞാൻ വചന വായിച്ചവയെ ഒഴുക്കുന്ന ദൈവം, പ്രൈസ് ഗോഡ്, കാറ്റടിപ്പിച്ചവയെ ഒഴുക്കുന്നു. ഈ വചനം എൻ്റെ അകത്തേക്ക് വ്യാപരിക്കാൻ തുടങ്ങി. ഡോക്ടർ മധു പൗലോസാണ്. ഞാൻ 10,000 dirhams എടുത്ത് എൻ്റെ കൂടെ വന്ന് പാസ്റ്റർ, വേറെ ആരും ഇല്ല എൻ്റെ കൂടെ. അദ്ദേഹം ഇത് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, ആൻജി ചെയ്തിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, സ്റ്റെൻ്റ് ഒന്നും ഇടണ്ട, മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ. കറക്റ്റ് 10,000 dirhams ആയിരുന്നു. ദൈവം വലിയവനായ ദൈവം. പിന്നീട് ഞാൻ കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവം ഇവിടെ പറയട്ടെ. ഞങ്ങൾ നാട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ ജൂലൈയിൽ കുടുംബമായിട്ട് വെക്കേഷന് പോയിട്ട് വന്നപ്പോൾ കൊല്ലയുടെ ഏച്ചിൽ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് പ്രസംഗിച്ച് നേരെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഫ്ലൈറ്റ് കയറി. ഈ സമയത്ത് ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് പെയിൻ തുടങ്ങി.
ഫ്ലൈറ്റിൽ കയറി പെയിൻ കൂടി. ബോംബെ വഴി കണക്റ്റഡ് ഫ്ലൈറ്റാണ്. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ 5 പേരെ ഓഫ്ലോഡ് ചെയ്താൽ വലിയ എമൗണ്ട് പൈസ, മാത്രമല്ല ഓഫ്ലോഡ് ചെയ്താൽ ഇവരെവിടെയാകൊണ്ട് ഇറക്കുന്ന അറിയത്തില്ല. വൈഫ് ഞാനിവിടെ നെഞ്ചത്ത് കൈവച്ച് ഇങ്ങനെ ദൈവമേ സുരക്ഷിതമായി ബോംബെ വന്ന് ഞങ്ങൾ ഇറങ്ങി. അടുത്ത ഫ്ലൈറ്റ് കണക്റ്റഡ് ഫ്ലൈറ്റ്, ഞങ്ങൾ അതിനകത്ത് കയറി. വീണ്ടും എനിക്ക് അസഹ്യമായി ചെസ്റ്റ് പെയിൻ. എനിക്ക് ഞാൻ വൈഫിനോട് പറഞ്ഞു, എയർ ഹോസ്റ്റസിനോട് പറ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വൈഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നമ്മൾ എവിടെ ഓഫ്ലോഡ് ചെയ്യും, നമ്മൾ ഇറങ്ങിയാൽ നമുക്ക് അറിയാൻ പറ്റാത്തടത്താണ് നമ്മൾ എത്തിയും. അങ്ങനെ ഞങ്ങൾ 2 പേരോട് ഇങ്ങനെ ദൈവമേ സുരക്ഷിതമായി ഞങ്ങളെ യുഎയിൽ കൊണ്ടെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനിടയായിട്ട് ഞങ്ങളെ യുഎ ദൈവം കൊണ്ടെത്തിച്ചു. പിറ്റേ ദിവസം ഞാൻ കെനഡി ഹോസ്പിറ്റലിൽ പോയി, NMC പോയി. ഇവരെല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ നോർമലാണ്. ECG, TMT എല്ലാം എടുത്തു, എക്കോ എടുത്തു, എല്ലാം നോർമലാണ്. അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചു. നിന്റെ ജീവൻ അപകടത്തിലാകുന്നു, ശക്തമായി പ്രാർത്ഥിക്കുക. ഡോക്ടറിനോട് നീ പറയണം, ആൻജിയോ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ വൈഫിനോട് പറഞ്ഞു നമുക്ക് ഡോക്ടറോട് പറയാം. പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഡോക്ടർ അലോഷ്യസിന്റെ അടുത്ത്, കെനഡി, അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണ്, കനഡ ഇപ്പോഴും അദ്ദേഹം ഉണ്ട്, കാർഡിയോളജിസ്റ്റ്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ആൻജിയോ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു ഫാദർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫാദറിന് ഒരു കുഴപ്പമില്ലെന്നോ. ഞാൻ വീട്ടിൽ വന്നു. അന്ന് രാത്രി എൻ്റെ മോള്, 2ാമത്തെ മോൾ സ്നേഹ, ഒരു ദർശനം കണ്ടു, ഞാൻ മരിച്ചു പോകുന്നു. 3ാമത് ഇവിടെ കിങ് ഫൈസൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവിടെ സഹോദരിമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊരു ദർശനം കണ്ടു. പാസ്റ്റർ ബിജുവിന് വേണ്ടി പ്രാർത്ഥിക്കണം ഷാർജയില്. അവർ പ്രാർത്ഥിച്ച അവസാന പ്രാർത്ഥന നിർത്താൻ നേരത്ത് അവർ പറഞ്ഞു നമുക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. അവരിങ്ങനൊരു പ്രാർത്ഥനാ വാചകം ഉരുവിട്ടു, കർത്താവേ ആ 3 കുഞ്ഞുങ്ങൾക്ക് പിതാവില്ലാതാക്കി തീർക്കല്ലേ എന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു. പാസ്റ്റർ തോംസൺ IPC അട്ടച്ചാക്കൽ, ഞാൻ ഇതെല്ലാവരുടെ പേര് പറഞ്ഞു. അദ്ദേഹം ഇതേ ദർശനം കണ്ടു. ഞങ്ങളുടെ ഒരു എൽഡർ ഉണ്ട്, മാത്യു ജോൺ. അദ്ദേഹം എന്നോട് പറഞ്ഞു പാസ്റ്ററിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരഞ്ഞാണ് പ്രാർത്ഥിച്ചത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഞങ്ങളുടെ സഭയ്ക്ക് പാസ്റ്റർ ഇല്ലാതാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗം ഉണ്ടായി. ഞാൻ വീണ്ടും അന്ന് രാത്രി കിടന്നപ്പോൾ ശക്തമായ ചില പ്രതികൂലങ്ങൾ എന്നെ ദൈവാത്മാ കാണിച്ചു. ഞാൻ എന്നെ ആത്മാവിൽ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. പിറ്റേ പ്രഭാതത്തിൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ആൻജിയോ ചെയ്യണം. അദ്ദേഹം ഡേറ്റ് എടുത്തു, ആൻജിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈ വീസിങ് ഉണ്ടായിരുന്നു. ആൻജിയോ ചെയ്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് നല്ല വീസിങ്, എന്നോട് കുഴപ്പമില്ലതോ. ഞാൻ മരണത്തെ ഇങ്ങനെ ഫേസ് ടു ഫേസ് കാണുകയാണ് പോകുന്നതിന് മുമ്പ്. പെട്ടെന്ന് എനിക്ക് ആൻജിയോ ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ അലോഷ്യസ് എന്നോട് പറഞ്ഞു ഫാദർ ഐ ആം സോറി, കാരണം ഒരു മെയിൻ ബ്ലോക്ക് 100% ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അത് കാൽസ്യം ഡിപ്പോസിറ്റ് കയറി അടിഞ്ഞ. എൻ്റെ വൈഫിനെ വിളിച്ച് കാണിച്ചു. അരമണിക്കൂർ എടുത്തത്, വേണ്ട 1 മണിക്കൂറോളം എടുത്തു അത് പൊട്ടിച്ചെടുത്ത്. എന്നെ വീണ്ടും ICUയിലേക്ക് കൊണ്ടുപോകും. ഞാൻ കണ്ടതുപോലെ തന്നെ ഞാൻ ഉടനെ തന്നെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. സ്റ്റെൻറ്റ് ടെൻഷൻ, 4ാമത്തെ സ്റ്റെൻറ്റ് അടുപ്പിട്ടിരിക്കുന്നു. വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ശ്വാസം പലതവണ നിന്നു. അവർ ഓക്സിജൻ തരും. എൻ്റെ കൂടെ ഷിജി എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പേര് പറഞ്ഞത്. അത് എപ്പോഴും ഷാർജയിലുണ്ട്, എൻ്റെ അടുത്ത സുഹൃത്താണ്. വീണ്ടും ഓക്സിജൻ തരും. ആ സമയത്തേക്ക് ശ്വാസം കിട്ടും. വീണ്ടും ഞാൻ വീട്ടിൽ വരും. എന്നെ അവർ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ. അന്നേരം എൻ്റെ കയ്യിൽ പൈസയില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവമേ അങ്ങയുടെ മഹത്വം എനിക്ക് വേണ്ടി ഇറക്കണമേ. അതത് സമയത്ത് ദൈവത്തിന്റെ കരുതലുകൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഇറക്കാൻ അവിടത്തേക്ക് പ്രസാദം തോന്നി. ഞാൻ പറയട്ടെ, കൂരിൽ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ദാവീദ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. യോസഫിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്ന് തിരുവെഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതിസന്ധികളിൽ യോസഫ് ഉറപ്പോടെ നിന്നു എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, അവിടെ നിന്ന് ദൈവം അതിന്റെ കരുതൽ വെളിപ്പെടുത്തി എന്നെ വെളിയിൽ ഇറക്കി. ഇപ്പോഴും ശാരീരികമായ ഒത്തിരി അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിലും എല്ലായിടത്തും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശക്തിയോടെ വിളിച്ചു പറയാൻ ദൈവം ഞങ്ങളുടെ. ഇപ്പോഴും എനിക്ക് വലിയ എമൗണ്ട് ലാബിലിറ്റി ഉണ്ട്, പക്ഷേ ഞാൻ അതിനെ ഒന്നും നോക്കുന്നില്ല. ഞാൻ എൻ്റെ ഈ സാക്ഷ്യങ്ങൾ അനേകയിടത്ത് ചെന്നു. ഒരു വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, എന്നെ പരിചയപ്പെട്ട എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യരുത്, ഞങ്ങളെ വിടുവിച്ച ദൈവം
നിങ്ങളെ വിടുവിക്കും. ആ ദൈവത്തിന് സകലവും കഴിയും. ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ കൂടെ കൂട്ടായ്മയ്ക്ക് വരുന്നുണ്ട്. പ്രിയരെ, ഞാൻ അനേക രാജ്യങ്ങൾ പോകുമ്പോൾ ബിസിനസ് തകർന്നവരും നിയമക്കുരുക്കിലൂടെ പെട്ടവരും എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇടിവ് നിൽക്കാനും അവരെ ആത്മാവിൽ ശക്തരാക്കാനും ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഉപകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വേദിയിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആരെല്ലാം മാറട്ടെ, ആരെല്ലാം മറക്കട്ടെ. മാറാത്തവൻ, മറക്കാത്തവൻ, കരം പിടിക്കുന്നവൻ, വഴി ഇതാകുന്നു, ഇതിലെ പോയിക്കൊള്ളുക എന്ന് പറയുന്നവൻ, അട്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും തന്നാലും ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല. അവിടുത്തെ വഴി തികവുള്ളതാണ്. ഈ പകൽ ധൈര്യം ചോർന്നു പോകരുത്. നമ്മുടെ കൂടെയുള്ളവൻ സർവശക്തനാണ്. നമ്മുടെ കൂടെയുള്ളവൻ ഉന്നതനാണ്. ഞങ്ങളെ വിടുവിച്ച ദൈവം, ഞങ്ങളെ സൗഖ്യമാക്കിയ ദൈവം, ഞങ്ങളെ നടത്തുന്ന ദൈവം വീണ്ടും ഞങ്ങളെ നടത്തുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. മൂത്ത മോൾക്കും ഒരു ജോലി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ വളരെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. എനിക്ക് ഈ അവസരം തന്ന ഈ അരോമ ടി വി ഡയറക്ടർ ഡാനിയൽ ജോൺസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ദൈവം ആശീർവദിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും പ്രതിസന്ധിയിലൂടെ പോകുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കും. അവിടുത്തെ കരം, മോശ ഒരു ദിവസം ദൈവത്തോട് ചോദിച്ചു, 6 ലക്ഷം കാലാളുകളുണ്ട്. ദൈവം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, മോശേ, എന്റെ കരം കുറുതായി പോയിട്ടുണ്ടോ? എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നാളെ കാണുമെന്നല്ല, ഇപ്പോൾ കാണും. വിശ്വസിച്ചാൽ ഇപ്പോൾ ദൈവത്തിന്റെ മഹത്വം കാണും. അതുകൊണ്ട് എനിക്ക് അവസരം തന്ന കർത്തദാസനോട്, ഈ അരോമ ടി വിയോട് പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രേക്ഷകരോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ പാസ്റ്റർ ബിജു മാത്യു അവറുകൾ. ഷാർജയിൽ നിന്നും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നതായ ഓരോ അനുഭവങ്ങളെക്കുറിച്ച്, കടന്നുപോയതായ ആ ജീവിതത്തിലെ സാഹചര്യങ്ങളെക്കുറിച്ച്, ദൈവസന്നിധിയിൽ ദൈവം നടത്തിയതായ ആ നല്ല നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിന്റെ ദാസനായ നന്ദി അറിയിക്കുന്നു. ഭാര്യയും ഭർത്താവ് ഒരുപോലെ 2 ജയിലുകളിലേക്ക് കടന്നു പോകുന്നു. 3 കൊച്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ ആയിരിക്കുന്ന ചില ദിവസങ്ങൾ. പോയ ഇടങ്ങളിൽ നിന്നൊക്കെ മാനുഷികമായി നോക്കിയാൽ, നിയമപരമായി നോക്കിയാൽ പുറത്തു വരാനോ അല്ലെങ്കിൽ ഉടനെയൊന്നും പുറത്തു വരാനോ ഉള്ള സാഹചര്യങ്ങൾ സ്വാഭാവികമായിട്ടില്ലാത്ത ഒരു ദേശത്ത് അത്ഭുതകരമായി നിയമങ്ങളും നിയമാവലികളും നിലനിൽക്കവേ തന്നെ നിയമങ്ങൾക്കപ്പുറമായിട്ട് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇറങ്ങി വരുന്ന ഒരു ദൈവം ഞാൻ ഓർക്കുകയായിരുന്നു. മോർദെഖായിക്ക് വേണ്ടി ഒരുക്കിയ കഴുകുമരം ഹാമാന്, ഒരിക്കലും ഹാമാൻ പ്രതീക്ഷിച്ചില്ല തനിക്കങ്ങനെ സംഭവിക്കും. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ അവിടെ ഒരുമിച്ച് ഉപവസിക്കുന്നു, കണ്ണുനീരൊഴുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം അനുകൂലമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ആരും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. പക്ഷെ ദൈവത്തിന്റെ ജനത്തെ ദൈവത്തിന് സേഫ് സോണിൽ നിർത്താതിരിക്കാൻ കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ ജനം മാറി നിന്നെങ്കിൽ മാത്രമേ, അവർ സുരക്ഷിതരായി നിന്നെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്തായ സാക്ഷ്യം, ടെസ്റ്റ് മണികൾ പറയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ആമേൻ. ഏലിയാവിന് ഒത്തിരി ടെസ്റ്റ് മണി പറയാനുണ്ട്. എലീശയ്ക്ക് അതിന്റെ ഇരട്ടി ടെസ്റ്റ് മണി പറയാനുണ്ട്. ഹാഗാറിന് ടെസ്റ്റ് മണി പറയാനുണ്ട്. ആമേൻ. തിരുവെഴുത്തുകളിലുടനീളം നോക്കുമ്പോൾ നിരവധി ദൈവഭക്തന്മാരുടെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അവർക്കൊക്കെ പറയാനുള്ള ടെസ്റ്റ് മണി ഇതാണ്: യഹോവ നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. ഈ നിമിഷം അരോമ ടി വിയിലെ മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ അനുഭവസ്ഥര് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാൻ ഒന്നും ആർക്കും കഴിയത്തില്ല. ജയിലറകളിൽ ആയിരിക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം ഇന്നൊന്നും അല്ല തുടങ്ങിയത്. അതങ്ങ് ആദിമ കാലയളവ് മുതൽ ദൈവം അവരുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെന്ന്
അവർക്ക് വേണ്ടി ആമേൻ അവിടെ വെച്ച് ചില ദൈവപ്രവൃത്തികളെ ദൈവം ചെയ്ത് ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്ന നല്ല അനുഭവങ്ങളാണ്, ചില ടെസ്റ്റിംഗ് പ്രോസസ്സുകളാണ്. കാരണം നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മളെ മേത്തരമുള്ളതാക്കി തീർക്കണം, നമ്മളെ ശ്രേഷ്ഠമുള്ളതാക്കി തീർക്കണം, നമ്മുടെ വാക്കുകൾക്ക് മൂർച്ചയുള്ളതാക്കണം, നമ്മുടെ ശുശ്രൂഷകൾ തേജസ്സുള്ളതായി തീരണം. നമ്മളിലൂടെ പല പ്രിയപ്പെട്ടവരും തീയിൽ നിന്ന് പുറത്തു വരണം, നിത്യജീവനിലേക്ക് നയിക്കപ്പെടും. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാകണമല്ലോ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു മാത്യു, സിസ്റ്റർ ബേല ബിജു കടന്നു പോയതായ ആ സാഹചര്യങ്ങൾ ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ആമേൻ അവർക്ക് ആമേൻ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എന്നല്ലാതെ മറ്റൊന്നും പറയുവാനില്ല. ആമേൻ. അവരൊരിക്കലും മനഃപൂർവ്വം അവരൊരു തെറ്റ് ചെയ്തിട്ടില്ല. പകരം അവരെ ചെക്ക് കേസുകളിൽ കുടുക്കി അവരുടെ മേൽ ആ ശിക്ഷ അയക്കുകയായിരുന്നു, അല്ലെ അവരെ ശിക്ഷയിലേക്ക് നയിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നത്തേതിൽ അതാ കോടതികൾ അവരെ വെറുതെ വിടുന്നു. അത് തെറ്റായ ഒരു ശിക്ഷയായിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയും അവരെ അവിടുന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷെ ചെയ്യാത്ത ഒരു കാര്യത്തിന് നാം ശിക്ഷിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അത് വളരെ വേദന ഉളവാക്കുന്ന കാര്യം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടല്ല യേശു ശിക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. നിരപരാധികൾ എന്നും സമൂഹത്തിൽ നമ്മുടെ കണ്ണിന് മുൻപിൽ പലപ്പോഴും ഇതുപോലെ ശിക്ഷിക്കപ്പെടാറുണ്ട്. എന്നാൽ സത്യമാണ്. സത്യം ഒരിക്കലും ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയത്തില്ല. സത്യം പുറത്തു വരും. നിങ്ങൾ സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി ചെയ്യും തിരുവെഴുത്തുകൾ പറയുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ പ്രേക്ഷകരെ, ഈ യേശുവിൽ നിങ്ങളും വിശ്വസിക്കുവാൻ, യേശുവിനെ നിങ്ങളുടെ ദൈവവും കർത്താവുമായി നിങ്ങൾ അംഗീകരിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന നല്ല അവസരങ്ങൾ നിങ്ങൾ വിനിയോഗിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന കുടുക്കുകളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങളുടെ കണ്ണുനീര് കണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാരെ അയച്ച് അത്ഭുതകരമായി പൗലോസിനെ ശീലാസിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ, പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ, ആമേൻ ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ആമേൻ നമ്മെയും പുറത്തു കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ യേശു നിങ്ങളെ വിടുവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കൂ, കണ്ണുകളെ അടയ്ക്കൂ. ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യവുമില്ല. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കൂ. ഞങ്ങളെ ശ്രവിക്കുന്ന ചിലരെങ്കിലും ആമേൻ ജയിലിന്റെ അറകളിലോ ജയിൽ ശിക്ഷയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിയമക്കുരുക്കുകളിൽ അകപ്പെട്ടോ മറ്റേതെങ്കിലും വിഷയത്തിൽ ഭയപ്പെട്ടോ ഭാരപ്പെട്ട് ജീവിക്കുന്ന പ്രിയ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെ അങ്ങനെയുള്ളവരെ ഓർത്ത് കരയുന്ന മാതാപിതാക്കന്മാർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും മറുപടി തരുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കൂ, പ്രാർത്ഥിക്കൂ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബിജു മാത്യു ഒരു നിമിഷം നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കും. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് വാഴ്ത്തൽ അർപ്പിക്കുന്നു. ഈ ദൈവമെന്ന് വന്നേക്ക് ഞങ്ങളുടെ ദൈവം ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായിരിക്കാൻ സ്തോത്രം. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ഇന്ന് പകലിലും രുചിച്ചറിയുന്നു. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നേതൃത്വം കൊടുക്കുന്ന വിലപ്പെട്ട അഭിഷിക്തനായി സ്തോത്രം. ഇതിലൂടെ അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്നതിനാൽ, ഈ സാക്ഷ്യങ്ങൾ കർത്താവെ അനേകർക്ക് ആശ്വാസമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ ശ്രോതാക്കൾക്കായും സ്തോത്രം. രോഗികൾ നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ, അടിപ്പിണലാൽ
സൗഖ്യം വന്നിരിക്കുന്നു. തകർന്ന ഹൃദയങ്ങളെ ദൈവമേ അങ്ങ് പണിയുന്ന ദൈവമാണ്. മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന, അവരുടെ മുറിവുകളെ കെട്ടുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, മുറിക്കപ്പെട്ടവരെ ഇന്ന് പകൽ ദൈവം അവരുടെ മുറിവുകളെ കെട്ടുന്നതിനായി സ്തോത്രം. യഥാസ്ഥാനപ്പെടുത്തേണ്ട വിഷയങ്ങളെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്നതിനായി സ്തോത്രം. തകർന്നു നുറുങ്ങിയിരിക്കുന്ന തന്റെ ജനത്തെ ഇന്ന് പകലങ്ങ് ആശ്വസിപ്പിക്കുന്നതിനായി സ്തോത്രം. നിയമക്കുരുക്കുകൾ അഴിഞ്ഞതിനായി സ്തോത്രം. കർത്താവേ, അടഞ്ഞ ചില വാതിൽ യേശുവിന്റെ നാമത്തിൽ ഈ പകൽ തുറക്കുന്നതിനായി സ്തോത്രം. അസാധ്യങ്ങൾ സാധ്യമാകുന്നതിനായി സ്തോത്രം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ച ദൈവത്തിന്റെ ശബ്ദം ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വെളിപ്പെട്ട് വരാൻ പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കേണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കട്ടെ. കർത്താവ്, ജോലി ലഭിക്കേണ്ടവർക്ക് ജോലി ലഭിക്കട്ടെ. ആത്മാവിൽ ശക്തരാകേണ്ടവർ ഇന്ന് പകൽ ആത്മാവിൽ ശക്തരാകട്ടെ. ബലം കൽപ്പിക്കേണ്ടവർക്ക് കർത്താവ് ബലം കൽപ്പിക്കണമേ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ ശബ്ദം കേട്ട പൗലോസ്ലീഹ ശക്തി ഏറ്റെടുത്തിട്ട് വിളിച്ചു പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകാൻ കർത്താവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമേ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം, വാഗ്ദത്തം ചെയ്തവൻ പൂർണ്ണമായി നൽകുവാൻ ശക്തനെന്ന് ഞങ്ങൾ ഉറയ്ക്കുന്നു. ഈ ബലത്തോടെ വീണ്ടും ഞങ്ങളെ നയിക്കും. പിതാവേ, ഞങ്ങളുടെ വരവിനായി ഞങ്ങളെല്ലാം ഒരുക്കും. സകല മഹത്വവും തൃപ്പാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്തവനാസ പാസ്റ്റർ ബിജു മാത്യു അവറുകൾ ഇത്രത്തോളം അനുഗ്രഹീത ജീവിതാനുഭവവും സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിച്ചതിന് കർത്താൻദാസുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താൻദാസിനെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായി നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾ ഈ സാക്ഷ്യം കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ കേൾക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ടതിലൂടെ ദൈവനാമഹിപ്പെടുവാൻ്റെ കൂടിയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക. ഞങ്ങളെ വിളിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി തുടർമാനമായി പ്രാർത്ഥിക്കുന്നതിനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com